ആരൊക്കെയാണ് സോളാർ പാനൽ വെക്കേണ്ടതെന്നാണ്. കോസ്റ്റ് നമ്മൾ 3 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് അവർക്ക് ബ്രേക്ക് ഈവൻ ആവാൻ പറ്റും? നമുക്ക് സോളാർ പാനൽ വെക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസംഷനുള്ള എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോഴും വെക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റും ഒരു വർഷം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റും ഇത് രണ്ടും കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. ഒരു നല്ലൊരു പാനൽസ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? നമസ്കാരം, പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് ബില്ല് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സോളാർ പാനൽ വെക്കും. സോളാർ പാനലുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ പലർക്കുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് എന്നോടൊപ്പം ഉള്ളത് ഇലക്ട്രാവിസ് എനർജിയുടെ CEO ആയ മിസ്റ്റർ രാഹുലാണ്. നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ആരൊക്കെയാണ് സോളാർ പാനൽ വെക്കേണ്ടതെന്നാണ്. നമുക്ക് സോളാർ പാനൽ വെക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസംഷനുള്ള എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ചിന്തിക്കുന്ന ആർക്ക് വേണോ സോളാർ വയ്ക്കാം. അതിന് 2 റീസൺ ഉണ്ട്. ഒന്ന്, എനർജി കൺസ്യൂം നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ എൻവയോൺമെൻ്റൽ എഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. അതിനുപരി നമുക്ക് ആവശ്യമായ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊപ്പം നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് 0 ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുന്ന ആർക്കും സോളാർ വയ്ക്കാം. ഓക്കെ, ഞാൻ ഇതിന് മുന്നേ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ബില്ല് ഒരു 3000-നും 5000-നും മുകളിൽ വരികയാണെങ്കിൽ അവർ സോളാർ പാനൽ വെക്കുന്നതാണ് കൂടുതൽ ലാഭകരമെന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ് എന്ന് നിർബന്ധിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 3000 കറണ്ട് ബില്ല് വരുന്ന 2000 കറണ്ട് ബില്ല് വരുന്ന ഒരാൾക്ക് അതിൻ്റെ കൂടെ തന്നെ അതിനോടനുബന്ധിച്ച് ഈ പറയുന്ന കറണ്ട് ബില്ല് കൂട്ടാൻ പറ്റിയ ഒരുപാട് ഓപ്ഷൻസ് നമ്മളെ വീട്ടിലുണ്ട്. എക്സാമ്പിൾ ഒരു ഗ്യാസ് സിലിണ്ടർ. ആ ഗ്യാസ് സിലിണ്ടറിൽ നമ്മളൊരു മാസം ഒരു 1000 രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് ആ ഗ്യാസ് സിലിണ്ടർ മാറ്റി ഇൻഡക്ഷൻ കുക്കർ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കറണ്ട് ബില്ല് 3000 അല്ലെങ്കിൽ 4000 ആവുകയും നമുക്ക് ആ ബില്ല് അടക്കേണ്ടിയും വരത്തില്ല. ഓട്ടോമാറ്റിക്കലി ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒരു 1000 റുപ്പീസ് കുറയുകയും ചെയ്യും. കറണ്ട് ബില്ലിൽ കൂടുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടിയും വരത്തില്ല. അതേപോലെ തന്നെ EV, ഒരു 2 വീലർ ആയാലും 4 വീലർ ആയാലും രണ്ടും നമുക്ക് ഇതേ രീതിയിൽ പെട്രോളിൻ്റെ കൺസംഷൻ കുറച്ചിട്ട് അത് EVയിലേക്ക് മാറുന്നതോടുകൂടി നമുക്ക് ആ പറയുന്ന രീതിയിലുള്ള കറണ്ട് ബില്ല് വ്യത്യാസം വരും. സോ നമ്മൾ സോളാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറയുന്ന ബില്ല് അടക്കേണ്ടിയും വരത്തില്ല. ആ രീതിയിൽ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യണം. സോളാർ വയ്ക്കുക എന്നുള്ളതല്ല, സോളാർ വെച്ചിട്ട് നമ്മൾ ആ സോളാറിനെ യൂട്ടിലൈസ് ചെയ്യണം. എങ്കിലേ ആ വയ്ക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. അതായത് ഇപ്പം നമുക്കൊരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയാണ് കറണ്ട് ബില്ലെങ്കിൽ പോലും നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഈ 2000 രൂപ കറണ്ട് ബില്ല് വരുന്നതൊക്കെ ഒരിക്കലും 2000 രൂപ അല്ല അവിടുത്തെ കൺസംഷൻ. നമ്മൾ പൂർണ്ണമായും കറണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന EV, അതേപോലെ നമ്മളെ ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സിലിണ്ടർ, അതേപോലെ ഈ പറയുന്ന വാട്ടർ ഹീറ്റർ, ACയുടെ കൺസംഷൻ, ഇതെല്ലാം നമുക്ക് ഒരുപാട് ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നമുക്കല്ലാതെ ആക്കാം. അപ്പോഴത്തന്നെ ഒരു 1000 രൂപ 1500 രൂപ മാറും. അതേപോലെ നമ്മൾ ഈ പറയുന്ന മീൻസ് ഈ പെട്രോളിയം യൂസേജ് നമുക്ക് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കറണ്ടിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ബില്ല് ഓട്ടോമാറ്റിക്കലി മിനിമം ഒരു 5000 നിൽക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വയ്ക്കാൻ പറ്റും. വയ്ക്കുന്നതിന് ഇഷ്യൂസ് ഇല്ല. നമ്മൾ വെച്ചിട്ട് അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മളൊരു 5 കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 10 കിലോ വാട്ട് സോളാർ വീട്ടിൽ വെച്ചു എന്നും പറഞ്ഞ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 3 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ കറണ്ട് ബില്ല് എത്രയാണ് വരാം? നോർമൽ വരുന്നത് ഒരു 1000-1500 രൂപയാണെന്ന് കൂട്ടിക്കും. ഒരാൾക്ക് വരുന്നത് 1000-1500 രൂപ കറണ്ട് ബില്ല് വരും. ഒരു 3 കിലോ വാട്ട്സിൻ്റെ ഒരു സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ എത്ര കറണ്ട് ബില്ല് നമുക്ക് അവിടെ അടയ്ക്കേണ്ടി വരും? ഒരു നോർമൽ ഡൊമസ്റ്റിക് കൺസ്യൂമർ ആണെങ്കിൽ ഒരു 250 റുപ്പീസിനകം, മാക്സിമം ബൈ 250 അതിനകമായിരിക്കും നമുക്ക് മന്ത്ലി വരുന്നൊരു ഫിക്സഡ് ചാർജ്. ആ ഫിക്സഡ് ചാർജ് മാത്രമേ നമ്മൾ അടയ്ക്കേണ്ടി വരത്തുള്ളൂ. അതിനപ്പുറം വരുന്നതെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ എനർജി ചാർജ് 10% ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഈ എനർജി ചാർജ് 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡ്യൂട്ടിയും 0 ആയി. അപ്പോൾ ആ പറയുന്ന രീതിയിൽ വരത്തില്ല. അപ്പോൾ ആ നോർമൽ കണ്ടീഷനിൽ നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നോക്കുന്നത് ഈ പറയുന്ന എനർജി ചാർജ് 0 ആക്കുക. കറണ്ട് ബില്ല് ഒരിക്കലും 0 ആവില്ല. എനർജി ചാർജ് 0 ആക്കുക. കറണ്ട് ബില്ല് നമ്മളൊരു മീറ്റർ റെൻ്റ് എന്ന് പറഞ്ഞൊരു 30 റുപ്പീസിനകത്തൊരു എമൗണ്ട് വരും. അതേപോലെ നമ്മുടെ ഫിക്സഡ് ചാർജ് ഒരു 250, അറൗണ്ട് ബിലോ 300, ആ ഒരു എമൗണ്ട് നമ്മൾ മന്ത്ലി എന്തായാലും പേ ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. 3 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ ഒരാൾ വെക്കുകയാണെന്ന്, ഇത് വെക്കുന്നതിന് എത്ര രൂപ കോസ്റ്റ് ആവും? ഇനി ഈ കോസ്റ്റ് നമ്മൾ 3 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം കൊണ്ട് അവർക്ക് ബ്രേക്ക് ഈവൻ ആവാൻ പറ്റും? ഓക്കെ, ഇതിനകത്ത് ഇപ്പം ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഒരു 78,000 സബ്സിഡിയാണ്. സബ്സിഡി എമൗണ്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1.25 to 1.5 lakhs ആണ് നമുക്ക് 3 കിലോ വാട്ട് പ്ലാന്റ് വയ്ക്കാനായിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്.
അപ്പം ഈ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറിന് 2 മാസത്തെ ബില്ല് ഒരു 6000 വരെ വരുന്ന ബില്ല് നമുക്ക് 3 കിലോവാട്ട് വെച്ചാൽ കവറാവും ഇപ്പോഴത്തെ കണ്ടീഷനിൽ. കാരണം ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ 6 മാസം കഴിയുന്തോറും 1 വർഷം കഴിയുന്തോറും നമ്മുടെ പെർ യൂണിറ്റ് ചാർജ് കൂടുന്നുണ്ട്. അതിനനുസരിച്ച് ചിലപ്പോൾ ഇന്ന് നമ്മളെ ഈ കസ്റ്റമർ ഉപയോഗിക്കുന്ന അതേ എനർജി നമ്മൾ അടുത്ത വർഷം ഇതേ സമയം ഉപയോഗിച്ചാൽ ഈ 6000 എന്നുള്ളത് ചിലപ്പോൾ 7000 ആവും. അപ്പം ഗ്രാജുവലി അത് ഇൻക്രീസ് ആയി വരുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്കൊരു 6000 രൂപ ബൈ മന്ത്ലി ബില്ല് വരുന്നൊരു കസ്റ്റമറിന് 3 കിലോവാട്ട് വെക്കാം. അതിനാണ് ഈ പറയുന്ന 1.5 lakhs. ഒരു റിസൾട്ടൻ നോക്കുന്ന ഒരു 25 years കസ്റ്റമർ ഈ പറയുന്ന സോളാർ വെച്ച് യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കറണ്ട് ബില്ല് 6000 എമൗണ്ട് വെച്ചിട്ട് നോക്കിയാലും ഓൾമോസ്റ്റ് 9 lakhs കസ്റ്റമറിന് ബില്ലിൽ മാത്രം നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും 9 lakhs അല്ല, ഈ 9 lakhsനേക്കാൾ ഒരു 25% കൂടിയേ നിൽക്കത്തുള്ളൂ. കാരണം ഓരോ വർഷം കഴിയുന്തോറും അറിയാമല്ലോ, ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ പെർ യൂണിറ്റ് ചാർജ് കൂടി വരുന്നുണ്ട്. അപ്പം അതെന്തായാലും അങ്ങനെ തന്നെ പോകത്തുള്ളൂ. അതനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും ഉറപ്പായിട്ടും. കാരണം എപ്പോഴും നമ്മൾ ഇപ്പം ഈ വർഷം നമ്മൾ ബില്ല് വയ്ക്കുമ്പോൾ നമ്മൾ 6000 വെച്ചൊരു 3 വർഷം കഴിഞ്ഞ് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ യൂസ് ചെയ്ത യൂസേജ് ഒരു 3 വർഷം കഴിഞ്ഞ് നമ്മൾ ഇതേ യൂസേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ 6000 എന്നുള്ള 10000 ബില്ല് വരും. നമ്മളെ താരിഫിലും നമ്മളെ പെർ യൂണിറ്റ് ചാർജിലും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അതിനനുസരിച്ച് എന്തായാലും അവർ ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ സോളാർ പാനൽ വെക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ചിലർ വിചാരിക്കും ഇപ്പോൾ വെക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് പാനൽ വെക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇപ്പോഴും വെക്കുന്നതാണോ, ഇപ്പോഴും വെക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റും 1 വർഷം കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു ബെനിഫിറ്റും, ഇത് രണ്ടോട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും? ഉറപ്പായും കേരളത്തിലും ഇന്ത്യയിലും സോളാർ വെക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം ഇനി വരുന്ന ഒരു 1.5 years ആണ്. കാരണം ഇപ്പൊ തൊട്ടുള്ളൊരു സമയം. കാരണം ഒരു 1 year ആയിട്ട് ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സബ്സിഡിയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ 78,000 സബ്സിഡി ഉണ്ട്. 3 കിലോവാട്ട് വയ്ക്കുന്ന ഒരു കസ്റ്റമറിന് 78,000 സബ്സിഡി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എമൗണ്ടാണ്. 3 കിലോവാട്ട് ആയിക്കോട്ടെ 5 കിലോവാട്ട് ആയിക്കോട്ടെ. അപ്പം അത് വലിയൊരു എമൗണ്ടാണ്. ഒന്ന്. രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത് അത്രയധികം മാനുഫാക്ചറേഴ്സ് വരുന്നുണ്ട്, അത്രയും കോമ്പറ്റീഷൻ വരുന്നുണ്ട്. കമ്പനീസിൻ്റെ തമ്മിൽ തന്നെ EPC എന്ന് പറയുമ്പോൾ നമ്മളെ എംപാനൽ ചെയ്തിരിക്കുന്ന കമ്പനീസാണ്. ഈ നമുക്കിടയിലും കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് കസ്റ്റമറിന് അത്രയും ക്വാളിറ്റിയോട് കൂടി അത്രയും ബെസ്റ്റ് പ്രൈസിന് കസ്റ്റമറിന് ഈ പറയുന്നൊരു സാധനം അല്ലെങ്കിൽ ഈ പറയുന്നൊരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിനൊരു ഓപ്ഷനുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ, ഇന്ന് വയ്ക്കണം എന്ന് വിചാരിക്കുന്ന കസ്റ്റമർ ഇന്ന് വെച്ചാൽ അവർക്ക് വയ്ക്കാം. ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അവർക്ക് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ റൂൾ അനുസരിച്ച് ഒരു ട്രാൻസ്ഫോമറിൻ്റെ 90% മാത്രമേ നമുക്ക് അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു 100 kVA ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ 90 kV അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിനപ്പുറം സോളാർ വയ്ക്കാൻ പറ്റത്തില്ല. 90 കൺസ്യൂമേഴ്സ് അല്ല, 90 കിലോവാട്ട് kVA എന്ന് പറയും. അതായത് ഒരു 30 കൺസ്യൂമർ 3 കിലോവാട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോമറിൽ പിന്നെ നമുക്കൊരു സോളാർ വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം വയ്ക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ വയ്ക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വയ്ക്കുക. ഇതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ ഇനി വരാൻ ചിലപ്പം സാധ്യത കുറവായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമേഴ്സിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫോമേഴ്സിന്റെ അവൈലബിലിറ്റി, ട്രാൻസ്ഫോമറിൽ ഈ പറയുന്ന സോളാറിന്റെ ഫീസിബിലിറ്റി ഇല്ലാത്തൊരു ഇഷ്യൂ വരും. അത് KSEB മാക്സിമം പരിഹരിക്കുന്നുണ്ട്. ട്രാൻസ്ഫോമേഴ്സിന്റെ എണ്ണം കൂട്ടി KSEB അത് പരിഹരിച്ച് വരുന്നുണ്ട്. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ അതിന് പരിമിതികളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ സമയമാണ് ഏറ്റവും ബെസ്റ്റ് സമയം. അതെ, ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമറിനെ സംബന്ധിച്ച് ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഇതിലും ബെസ്റ്റ് ടൈം എന്ന് പറയാൻ വേണ്ടി ചിലപ്പം സാധ്യത കുറവായിരിക്കും. ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കമ്പനികൾ ഇപ്പം ഇവിടെ എമർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അതായത് ചിലർ വെച്ച് പോയിട്ട് ഒരു സർവീസ് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സോളാർ ഇത് ചെയ്യുന്ന ഒരു കമ്പനി നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? അല്ല, ഏറ്റവും ബെസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും റേറ്റ് വെച്ച് ആദ്യമേ കമ്പനിയെ കമ്പയർ ചെയ്യാതിരിക്കുക. ഫസ്റ്റ് കാര്യം അതാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഇപ്പം നോർമലി ജനറലി കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു 10 കൊട്ടേഷൻ എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും റേറ്റ് കുറവുള്ള ഒരാൾക്ക് വർക്ക് കൊടുക്കുക എന്നൊരു കോൺസെപ്റ്റ് പൊതുവേ കണ്ടുവരാറുണ്ട്. എല്ലാവരും അല്ല, ഒരു 90% ആൾക്കാരും അല്ലാതെയാണ് നോക്കുന്നത്. പക്ഷേ അതിലൊരു 10% അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് ഇന്ന പാനൽ അവർ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഒരു സോളാർ പവർ പ്ലാന്റ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ
പാനലും ഇൻവെർട്ടറിനും ഉപരി ഒരു 70 നമ്പേഴ്സോളം എക്യുപ്മെന്റ്സ് നമ്മൾ അതിനകത്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ കമ്പൈൻ ചെയ്താണ് ഇപ്പോൾ ഒരു 2 വീലർ ഉണ്ടാക്കുന്നത് പോലെ അത്രയും എക്യുപ്മെന്റ്സ് കമ്പൈൻ ചെയ്താണ് നമ്മളൊരു സോളാർ പവർ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ കൊടുക്കുന്നത് പ്ലാന്റ് മാത്രമല്ല, ഒരു 5 വർഷത്തെ സർവീസും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും ഒരു പാനൽ മാത്രം വെച്ചിട്ട് നമുക്കൊരു പ്ലാന്റിനെ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ പ്ലാന്റ് കൊള്ളാമെന്ന് ഒരിക്കലും എന്നെ സംബന്ധിച്ചോ ഈ പറയുന്ന സോളാർ മേഖലയിൽ നിൽക്കുന്ന ആരെ സംബന്ധിച്ചും പറ്റത്തില്ല. കസ്റ്റമറിനെ സംബന്ധിച്ച് കസ്റ്റമർ പെട്ടെന്നൊരു ചിന്താഗതിയിൽ വരുന്നത് റേറ്റ് നോക്കുമ്പോൾ പെട്ടെന്നൊരു തരും. പക്ഷേ ഇതിനകത്തുള്ള കണ്ടീഷൻ സർവീസ് എന്നൊരു കാര്യം ഭയങ്കര ഫാക്ടറാണ്. സർവീസ് നമ്മൾ വച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, പ്രൊഡക്ഷൻ വേണം, കറണ്ട് ബില്ല് കുറയുക, അതിനാണ് പ്രൊഡക്ഷൻ. രണ്ടാമത്തത് സർവീസ് കിട്ടുക. ഇന്ന് കംപ്ലൈൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ നാളെ വന്നാൽ കംപ്ലൈൻറ്റ് പരിഹരിച്ചു കൊടുക്കുക. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിന്, അല്ലെങ്കിൽ ഇത് രണ്ടും ചെയ്തു കൊടുക്കുന്ന കമ്പനി ഏതാണോ ആ കമ്പനിയെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ കമ്പനിയും അങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത്, നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ടാവുന്നതല്ല. നമുക്ക് റെഫറൻസ് എടുക്കാമല്ലോ. ഇപ്പോൾ ഒരു കമ്പനി ഒരു 10 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 5 വർഷം, മിനിമം ഒരു 5 വർഷം കൊണ്ട് നിലനിൽക്കുന്ന കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് സർവീസ് കൊടുക്കാതെ ഒരിക്കലും പുതിയ വർക്ക് കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സോളാറിൻ്റെ മേഖലയെ വെച്ചിട്ട് ഒരിക്കലും റെഫറൻസ് ഇല്ല, അല്ലെങ്കിൽ കവച്ച കസ്റ്റമറുടെ ഒരു റെഫറൻസ് ഇല്ലാണ്ട് ഒരിക്കലും ഒരു കമ്പനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് കമ്പനീസ് ഉണ്ട്, നമുക്ക് വെള്ളെണ്ണാൻ പറ്റാത്ത അത്രയും കമ്പനീസ് കേരളത്തിനകത്ത് മാത്രമുണ്ട്. രജിസ്റ്റേർഡ് വെൻഡേഴ്സ് ഉണ്ട്, അൺരജിസ്റ്റേർഡ് വെൻഡേഴ്സ് ഉണ്ട്. രജിസ്റ്റേർഡ് വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ MNRയിൽ ഡയറക്റ്റ് ആയിട്ട് എംപാനൽ ചെയ്തിരിക്കുന്ന വെൻഡേഴ്സ്. ഈ രജിസ്റ്റേർഡ് വെൻഡേഴ്സിന് നമുക്ക് എങ്ങനെ, ഇപ്പോൾ ഒരു ആസ് എ കസ്റ്റമർ എന്ന നിലയ്ക്ക് രജിസ്റ്റേർഡ് വെൻഡേഴ്സിന് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? രജിസ്റ്റേർഡ് വെൻഡേഴ്സിന് നമ്മുടെ MNRയുടെ PM സൂര്യകാന്ത് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് നിയർ ബൈ വെൻഡേഴ്സിനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ വരുന്ന ഇപ്പോൾ ഒരു കൊട്ടേഷൻ തന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ കൊട്ടേഷൻ നിങ്ങളുടെ കമ്പനിയുടെ പേര് അതിനകത്ത് അടിക്കുമ്പോൾ ആ കമ്പനിയുടെ പേര് അതിനകത്ത് ഉണ്ടെങ്കിൽ രജിസ്റ്റേർഡ് വെൻഡറാണ്. അല്ലെങ്കിൽ വരുന്ന കമ്പനിക്കാരോട് ചോദിക്കാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, പേപ്പർ വർക്ക് ചെയ്യുന്നത് സബ് ഡീലേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പം അത് വാലിഡ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഒരിക്കലും സബ് ഡീലേഴ്സ് തെറ്റെന്നല്ല പറയുന്നത്. സബ് ഡീലേഴ്സ് തരുന്ന കൊട്ടേഷൻ വാലിഡ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. അത് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് കസ്റ്റമർ പറയുന്ന പാനൽ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സാധനവും ലോ ക്വാളിറ്റി ചെയ്തിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന പകുതി കോസ്റ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം സർവീസ് കൊടുക്കണം. കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന ഈ പാനൽ 25 വർഷം ഇരിക്കണം, അല്ലെങ്കിൽ 30 വർഷമാണ് ഇപ്പോൾ പാനലിൻ്റെ വാറണ്ടി വരുന്നത്. ഈ 30 വർഷം ആ പാനൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പാനൽ മാത്രം നന്നായാൽ പോരാ, അതിൻ്റെ കൂടെ വയ്ക്കുന്ന എല്ലാ എക്യുപ്മെൻസും ആ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്നൊരു, മാത്രമല്ല ഇതിന് ഈ പറയുന്ന 5 വർഷം മാത്രമല്ല എൻ്റെ സർവീസ്. ഒരു ഇൻവെർട്ടറിന് ഓൾമോസ്റ്റ് 10 വർഷമുണ്ട്, പാനലിന് ഓൾമോസ്റ്റ് 30 വർഷം വാറണ്ടി. ഈ ടൈം മൊത്തവും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി ടൈമെങ്കിലും നമുക്ക് ആ സർവീസ് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ ഈ പ്ലാന്റ് വെച്ചിട്ട് കാര്യമുള്ളൂ. നമ്മൾ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നിരുന്നാലും നമ്മൾ സർവീസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് വേസ്റ്റ് ആവും ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ ഈ സർവീസിനെ കുറിച്ച് ചോദിക്കുമ്പോഴേ, ഇപ്പോൾ ഒരാൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സർവീസിന്റെ പീരീഡ് എങ്ങനെയാണ്? പീരിയോഡിക്കൽ സർവീസ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്? ഇപ്പോൾ 3 മാസത്തിലൊരിക്കലും സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലും സർവീസ് ചെയ്യണം, ഇങ്ങനെ ഒരു പീരിയോഡിക്കൽ സർവീസ് ഉണ്ടല്ലോ. ആക്ച്വലി പീരിയോഡിക് സർവീസ് ഉണ്ട്. ഇതിന് ഓൺ ഗ്രിഡ് സിസ്റ്റമാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് സർവീസ് എന്ന് പറയുന്നത് ഒരു റെഗുലർ ബേസിസിലല്ല. മീൻസ് അതിനൊരു, ഇപ്പം നമ്മൾ പഴയ ബാറ്ററി വെച്ചുള്ള സോളാർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി റെഗുലറായിട്ട് സർവീസ് ചെയ്തേ പറ്റും, ഇല്ലെങ്കിൽ അത് ഡാമേജ് ആവും. പക്ഷേ ഇതിനെ സംബന്ധിച്ച് റെഗുലർ സർവീസ് എന്നൊരു കോൺസെപ്റ്റ് അല്ല, പക്ഷേ സർവീസ് വേണം. നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് റൂൾ വെച്ചിട്ട് നമുക്ക് സർവീസ് വേണം. നമ്മൾ അവിടെ ചെന്ന് ചെയ്യുന്നത് പറയുന്ന പോലെ നമുക്ക് അവിടുത്തെ പാനൽ ഡസ്റ്റും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് വരുന്നത് നമുക്ക് എന്തെങ്കിലും ലൂസ് കോൺടാക്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. എർത്തിങ്ങിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാൻ പറ്റും. പറയുന്ന പ്രൊഡക്ഷൻ കറക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമറിന് ഫോണിൽ തന്നെ ഈ പറയുന്ന പ്രൊഡക്ഷൻ കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ എവിടെയെങ്കിലും മീൻസ് എന്തെങ്കിലും ഡാമേജസോ റസ്റ്റോ കാര്യങ്ങളോ, സ്ട്രക്ചറിൽ റസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പാനലിൻ്റെ നട്ട് ഏതെങ്കിലും ലൂസായി, ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വയർ മീൻസ് ലൂസായി എന്തെങ്കിലും കിടപ്പുണ്ടോ, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റെഗുലർ ചെയ്യുക. അല്ലാണ്ട് നമുക്കിതിനെ സംബന്ധിച്ച് ചെക്ക് ചെയ്താലേ വർക്ക് ചെയ്യൂ എന്നൊരു ഓപ്ഷൻ ഇതിനകത്തില്ല. പക്ഷെ ബാറ്ററിയെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനൊരു ഇതുണ്ട്, ഒരു ഡിമെറിറ്റാണ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററി ഒരു ഡിമെറിറ്റാണ്. കാരണം റെഗുലറായിട്ട് നമ്മൾ ആ ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്താൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഡാമേജ് ആവും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇതിനില്ല. പക്ഷേ സർവീസ് എപ്പോൾ വരുന്നു എന്ന് ചോദിച്ചാൽ, വൺസ് ഇപ്പോൾ ഒരു ഇൻവെർട്ടർ അല്ലെങ്കിൽ ഒരു നമ്മൾ DBയിൽ വയ്ക്കുന്ന ഒരു എസ് പി ഡി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഫോണിൽ അറിയാൻ പറ്റും. ഇൻ കേസ് കസ്റ്റമർ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ബില്ല് വരുമ്പോൾ കസ്റ്റമറിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ കസ്റ്റമർ വിളിക്കും. പക്ഷെ നമ്മൾ ആ വിളിക്കുന്ന സമയം നമുക്കവിടെ എത്താൻ പറ്റണം.
കസ്റ്റമർ എപ്പോഴാണോ വിളിക്കുന്നത് അന്ന് ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു കസ്റ്റമർ വിളിച്ചാൽ നാളെ വൈകിട്ട് തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റണം. അതാണ് സർവീസ്. പീരിയോഡിക്കൽ ഇത്ര കാലത്തിനനുസരിച്ച് സർവീസ് ചെയ്യണമെന്നില്ല. ഇല്ലേന്ന് ഉണ്ട്. നമ്മളെ റൂൾ അനുസരിച്ച് നമ്മൾ 4 മാസത്തിലൊരിക്കൽ സർവീസിന് പോയിരിക്കണം. പക്ഷെ നമ്മൾ പോകുന്ന സമയം കംപ്ലൈന്റ് വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇന്ന് പോയി എല്ലാം ചെക്ക് ചെയ്തെല്ലാം ഓക്കെയാണ്. നമ്മൾ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു നല്ലൊരു ഇടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈനിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയി ഇൻവെർട്ടർ പോയി, പിറ്റേ ദിവസം കസ്റ്റമർ വിളിക്കും, അപ്പോഴും നമ്മളവിടെ പോകണം. പീരിയോഡിക് സർവീസ് ചെയ്താൽ ഇത് സിസ്റ്റം വർക്കാവും എന്നൊരു കോൺസെപ്റ്റ് ഒരിക്കലും പാടില്ല. കാരണം ചിലപ്പം 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെർട്ടർ പോയ കേസസ് ഉണ്ട്. ഇപ്പൊ ഇന്ന് വന്നു ഒരു നല്ലൊരു ഇടി വെട്ടി നമ്മൾ ഇൻവെർട്ടർ കംപ്ലൈന്റ് ആയി, നമ്മളെ ഒരു ഓൺ സൈറ്റ് വാറന്റിയുള്ള ഇൻവെർട്ടേഴ്സ് വയ്ക്കുന്നത്. അപ്പൊ കസ്റ്റമർ അവിടെ വന്ന് ഇൻവെർട്ടർ മാറ്റി പിറ്റേ ദിവസം വീണ്ടും ഇടി വെട്ടി ആ ഇൻവെർട്ടർ വീണ്ടും പോയിട്ടുണ്ട്. അപ്പൊ ആ കസ്റ്റമർ എപ്പോൾ വിളിക്കുന്നു അപ്പോഴും നമ്മളവിടെ ചെല്ലാൻ പറ്റണം. ജെന്യുവിൻ കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതിനുള്ള ഒരു ഫെസിലിറ്റി ഉള്ള, അതും പ്രധാനമാണ്. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് വർക്ക് കൊടുക്കുക. നിങ്ങളിപ്പം ഈ ഒരു മേഖല എത്ര വർഷമായി? ഞാൻ ഏകദേശം ഒരു കമ്പനി ഇലക്ട്രോണിക്സ് കമ്പനി വന്നിട്ട് ഏകദേശം ഒരു 7 വർഷം. ഞാൻ ഈ മേഖലയിൽ ഏകദേശം ഒരു 10 വർഷമായി. 10 വർഷം. 7 വർഷം കൊണ്ട് ഏതൊക്കെ ഏരിയയിലോട്ട് നിങ്ങളുടെ സർവീസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നമ്മൾ ഏകദേശം ഒരു ലാസ്റ്റ് 2 ഇയേഴ്സ് കൊണ്ട് ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും സർവീസും പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റും? ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും സർവീസ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. സർവീസ് എഞ്ചിനീയേഴ്സും സെയിൽസിനും ആൾക്കാർ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ള പാനൽസിനെ കുറിച്ചിട്ടാണ്. ഒരു നല്ലൊരു പാനൽസ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? നല്ല പാനൽ എന്ന് പറയുമ്പോൾ 2-3 ഏരിയയിൽ നമ്മൾ ആ ഒരു പാനലിനെ കാണണം. ഒന്ന് അതിൻ്റെ ടെക്നോളജി. പാനൽസിൽ ഇപ്പം നമുക്ക് ലാസ്റ്റ് ഒരു 6 ഇയേഴ്സിനകത്ത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടൊരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ഈ പറയുന്ന മേഖലയിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു 5 വർഷം മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അത് കഴിഞ്ഞ് മോണോപ്പർക്ക് എന്നൊരു ടെക്നോളജി വന്നു, അത് കഴിഞ്ഞ് മോണോപ്പർക്ക് ഹാഫ് കട്ട് വന്നു, മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ വന്നു, ഇപ്പം വന്നിരിക്കുന്ന എൻ ടൈപ്പ് ടോപ്പ് കോൺ ബൈഫേഷ്യൽ എന്നാണ്. അപ്പോൾ ഇത് ഓരോ ടെക്നോളജി മാറുന്തോറും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ പാനലിൻ്റെ എഫിഷ്യൻസി കൂടും, 2 വാറണ്ടി കൂടുന്നുണ്ട്. അപ്പോൾ ഈ എഫിഷ്യൻസിയും വാറണ്ടിയും രണ്ടും പ്രൊപ്പോർഷണലായിട്ട് കൂടുന്നുണ്ട്. ഇപ്പോൾ എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് 2 രീതിയിലാണ് എഫിഷ്യൻസി. ഒന്ന് നമ്മൾ ആ ഒരു ലിമിറ്റഡ് ഏരിയ. അപ്പം പണ്ട് ഒരു പാനൽ വെക്കുമ്പോൾ ഒരു പാനലിനകത്ത് ഓൾമോസ്റ്റ് ഒരു പാനലിൽ 335 വാട്ട്സ് ആണ് ഒരു പാനലിന്. പക്ഷെ അതേ സ്ഥാനത്ത് ഇപ്പോൾ വരുന്ന ഒരു പാനലിന് 600 വാട്ട്സ് ഉണ്ട്. അതായത് 335 വാട്ട്സ് നിന്ന് നേരെ 600 വാട്ട്സിൽ. അതായത് പണ്ട് 3 കിലോവാട്ട് വെക്കുമ്പോൾ നമുക്ക് 9 പാനൽ വേണ്ടിയ സ്ഥാനത്ത് ഇപ്പോൾ 3 കിലോവാട്ടിന് 6 പാനൽ മതി, അല്ലെങ്കിൽ 5 പാനൽ മതി. ആ കണ്ടീഷനിലേക്ക് മാറി. 3 കിലോവാട്ട് 3000 വാട്ട്സ്, 600 × 5 വരുമ്പോഴത്തേക്കും 3000 വാട്ട്സ് ആയി. അപ്പോൾ 5 പാനൽ മതി. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒന്നത്. 2, പഴയ പോളിക്രിസ്റ്റലൈൻ പാനൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് ഒരു വെയിലുള്ള സമയം പോളിക്രിസ്റ്റലൈനും മോണോപ്പർക്ക് അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് ഏകദേശം ഒരേ പ്രൊഡക്ഷൻ ആയിരിക്കും. പക്ഷെ വെയിൽ കുറയുന്ന സമയത്ത് ഈ പറയുന്ന നമ്മളെ ലേറ്റസ്റ്റ് ടെക്നോളജീസിലേക്ക് വരുമ്പോൾ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ഡിപ്പ് കുറഞ്ഞിരിക്കും. അതായത് ഒരു ആവറേജ് ഒരു സണ്ണി ഡേയിൽ ഒരു പഴയ പോളിക്രിസ്റ്റലിന് ഒരു 12 അല്ലെങ്കിൽ ഒരു 12 യൂണിറ്റും ഇപ്പോഴത്തതിനൊരു 17-18 യൂണിറ്റ് 3 കിലോവാട്ട് കിട്ടുമ്പോൾ ഒരു വെതറി അല്ലെങ്കിൽ ക്ലൗഡി ഡേയ്സിലേക്ക് വരുമ്പോൾ ആ 12 എന്നുള്ളത് ഒരു 2-4 ആ റേഞ്ചിൽ വരുമ്പോൾ ഇവിടെ 18 എന്നുള്ളത് ഒരു 10-8 അതിന് അല്ലെങ്കിൽ ഒരു 9 യൂണിറ്റ്സ് അതിന് താഴെ പോകത്തില്ല. അവിടെയാണ് വ്യത്യാസം. ഒന്ന്. അടുത്തത് വരുമ്പോൾ ബൈഫേഷ്യൽ എന്ന് പറയുന്നൊരിത്, അത് ടെക്നോളജി ആയിട്ട് വന്നതല്ല. നമുക്ക് ഈ പറയുന്ന പാനലിൻ്റെ താഴെ തന്നെ ഒരു സെൻസിറ്റീവ് പാർട്സ് ഉണ്ട്. അപ്പോൾ അതിൽ വരുമ്പോൾ ഈ മുകളിൽ നടക്കുന്ന റിയാക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു ഇതാണ്. അപ്പം ഒരു ഫ്രെയിമിനകത്ത് വരുമ്പോൾ താഴേന്ന് ഫ്ലോറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഫോട്ടോൺസും കൂടി ഇതിനെ ഈ പറയുന്ന പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യും. അത് സംഭവിക്കുന്നത് ഒരു അഡീഷണൽ ബൂസ്റ്റ് കിട്ടും. ഒരു പെർ ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.5 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 യൂണിറ്റ്സ് എക്സ്ട്രാ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പറയുന്ന പോലെ ആ ഫ്ലോറ് കറക്റ്റ് അതിൻ്റേതായ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഫ്ലോറിനെ മാറ്റണം. അത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പാനലിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വാറണ്ടി. ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽസിനും 30 ഇയർ പെർഫോമൻസ് വാറണ്ടിയും 12 ഇയർ മാനുഫാക്ചറിങ് വാറണ്ടിയാണ്. മാനുഫാക്ചറിങ് പറയുമ്പോൾ ഇൻറ്റേർണലായിട്ട് വരുന്ന ഡാമേജസ് നമുക്ക് പാനലിനെ കവർ ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് വാറണ്ടിയിൽ കവർ ചെയ്യാൻ പറ്റും. 30 ഇയർ പെർഫോമൻസ് വാറണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ആവറേജ് വാറണ്ടി 12 to 15 യൂണിറ്റ്സ് ആയിരിക്കും. ഈ 12 to 15 യൂണിറ്റ്സിൻ്റെ
85% നമുക്ക് 13th ഇയറിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് എപ്പോഴും ഒരു ഫാക്ടറാണ്. ഒരു പാനലിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് എപ്പോഴും ഒരു ഫാക്ടറാണ്. കാരണം ഈ പറയുന്ന പോലെ പല ബ്രാൻഡും ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് കോമൺലി നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഒരു ഫ്രെയിം തിക്നെസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ഈ പറയുന്ന ഫ്രെയിമിൻ്റെ തിക്നെസ് ഇപ്പം 29 mm തൊട്ട് 40 mm വരെ തിക്നെസ് ഉണ്ട് പാനലിന്, ഫ്രെയിം തിക്നെസ്. ഈ 40 mm തിക്നെസ് ഉള്ളത് എപ്പോഴും സ്ട്രെങ്ത് കൂടുതലായിരിക്കും. റേറ്റ് മേ ബി അത് ഡിപ്പെൻഡ് ഓൺ ആ പറയുന്ന മാനുഫാക്ചർ. റേറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ സ്ട്രെങ്ത് അല്ലെങ്കിൽ പല ബ്രാൻഡുകളും റേറ്റ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഫ്രെയിം തിക്നെസ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു മെക്കാനിക്കൽ സ്ട്രെങ്ത് നോക്കുന്നൊരിതാണ്. അപ്പം അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം പാനലിന്. ഒരിക്കലും ഒരു ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ ഒരു പാനലിൻ്റെ കോസ്റ്റോ വെച്ച് നമുക്ക് ഒരിക്കലും ഒരു പാനലിന് ജസ്റ്റ് ഒരു ബ്രാൻഡ് നെയിം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും പാനലിനെ വിലയിരുത്താൻ പറ്റത്തില്ല. നല്ലതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ കോസ്റ്റ് മാത്രം വെച്ചുകൊണ്ട് ഏറ്റവും കോസ്റ്റ് കുറച്ച് തരുന്ന ആൾ മോശം പാനലെന്നും ഏറ്റവും കോസ്റ്റ് കൂട്ടിത്തരുന്ന ആളും നല്ല പാനലെന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ഈ വക ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ടെക്നോളജി, ഒന്ന് വാറണ്ടി, ഒന്ന് ഈ എഫിഷ്യൻസി, അതേപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഇത് ഇത്രയും നോക്കിയിട്ട് നമുക്കൊരു പാനലിനെ സെലക്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും ഈ പറയുന്ന കമ്പനിക്കാരെ സെലക്ട് ചെയ്യുന്നത് 90% അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു മെയിൻ്റനൻസ് കുറവായിട്ടുള്ള പാനലിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രാവൈസിനെ സംബന്ധിച്ച് ഇലക്ട്രാവൈസിന് മെയിൻ്റനൻസ് കുറവുള്ള പാനലെന്ന് പറയുമ്പോൾ എപ്പോഴും കസ്റ്റമറിന് അത് ബെനിഫിറ്റ് ആയിട്ട് വരത്തുള്ളൂ. സർവീസ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പിന്നെ പാനൽസിൻ്റെയും അതുപോലെ തന്നെ ഈ ഇൻവേർട്ടേഴ്സിൻ്റെയൊക്കെ വാറണ്ടി ഇതെങ്ങനെയാണ് വരുന്നത്? പാനലിൽ ഞാൻ പറഞ്ഞ പോലെ 2 വാറണ്ടിയാണ്. മാനുഫാക്ചറിങ് വാറണ്ടിയും പെർഫോമൻസ് വാറണ്ടിയും 12-30 അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാ പാനൽസിനും വരുന്നത്. ഇൻവെർട്ടറിന് വരുമ്പോൾ ഇൻവെർട്ടറിന് ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് ഇൻവെർട്ടേഴ്സിനെല്ലാം 10 year വാറണ്ടി ഉണ്ട്. എപ്പോഴും ഇൻവെർട്ടേഴ്സ് വയ്ക്കുമ്പോൾ ഓൺസൈറ്റ് വാറണ്ടി ഉള്ള ഇൻവെർട്ടേഴ്സ് വയ്ക്കാൻ ശ്രമിക്കുക. ഓൺസൈറ്റ് വാറണ്ടിയും നോർമൽ വാറണ്ടിയും വ്യത്യാസം. ഇപ്പം നമ്മുടെ അവിടെ ഒരു നോർമൽ ഇൻവെർട്ടർ ഉണ്ട്. അത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന് ചെക്ക് ചെയ്തിട്ട് അത് കംപ്ലൈൻ്റ് ആണെന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻവെർട്ടർ ഇളക്കി പാക്ക് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്ത് അവർ മെയിൻറ്റെയിൻസ് ചെയ്ത് നമുക്ക് തിരിച്ചയച്ച് തരും. ഒരു ടൈം ഡിലേ, ഒരു 1 month 3 weeks 2 weeks ടൈം ഡിലേ. അതേ കണ്ടീഷനിൽ ഓൺസൈറ്റ് വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ഇൻസ്പെക്ഷൻ നടക്കുന്നത് ഇലക്ട്രാവൈസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് കൺഫേം ചെയ്യണം. ഇൻവെർട്ടറിൻ്റെ കംപ്ലൈൻറ്റ് ആണെന്ന് കൺഫേം ചെയ്താൽ ഇൻവെർട്ടറിൻ്റെ ഇപ്പോൾ ഓൺസൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് നമ്മൾ ആ കമ്പനി ഇൻഫോം ചെയ്യും. ആ ഓൺസൈറ്റ് വാറണ്ടിയുള്ള ഏത് ബ്രാൻഡായാലും ഒരു 90% നമ്മൾ വയ്ക്കുന്ന ബ്രാൻഡെല്ലാം ഓൺസൈറ്റ് ആണ്. ഓൺസൈറ്റ് വാറണ്ടി ഉള്ള ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിൽ ഒരു 48 hours അവർ ആ ഇൻവെർട്ടർ റീപ്ലേസ് ചെയ്ത് തന്നിരിക്കും. റീപ്ലേസ് ചെയ്ത് തരും. നമ്മൾ ആ ഇൻവെർട്ടർ ഇത് മീൻസ് ഇളക്കി നമ്മൾ അവർക്ക് കൊറിയർ ചെയ്യണ്ട, അവർ തന്നെ ഇൻവെർട്ടർ കൊണ്ടുവന്ന് അവർ ഫിക്സ് ചെയ്ത് തരും. ഒന്നും ആവുന്നില്ല, ഒരു പൈസ ആവുന്നില്ല. നമ്മൾ ആ ഓൺസൈറ്റ് വാറണ്ടി എന്ന് പറയുമ്പോൾ അത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓൺസൈറ്റ് വാറണ്ടിക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല. ഓൺസൈറ്റ് വാറണ്ടി വാങ്ങിക്കുന്നവരുണ്ടാവാം, പക്ഷെ നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയാണ് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. സർവീസ് ചാർജ് പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല. സർവീസ് ചാർജ് നമ്മളെ ഭാഗത്തുനിന്ന് സർവീസ് ചാർജ് വാങ്ങിക്കില്ല. നമ്മൾ വയ്ക്കുന്ന ബ്രാൻഡുകാർ സർവീസ് ചാർജ് ചോദിക്കത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഡീൽ ചെയ്യും. ഒരിക്കലും കസ്റ്റമറുടെ ഭാഗത്ത് വരത്തില്ല. എപ്പോഴും ഓൺസൈറ്റ് വാറണ്ടി ഒരു ഇൻവെർട്ടർ വെക്കുന്നതാണ് നല്ലത് അല്ലേ? സോളാറിൽ തന്നെ ഓൺ ഗ്രിഡ് ഉണ്ട്, ഓഫ് ഗ്രിഡ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് വീട്ടിലൊരു സപ്ലൈ ഇൻട്രപ്ഷൻ വന്നു, KECBയുടെ സപ്ലൈ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒരു ബാക്കപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓഫ് ഗ്രിഡ്. അതും ഗ്രിഡുമായിട്ട് അല്ലെങ്കിൽ KECBയുമായിട്ട് ഡിസ്കോമുമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്കൊരു ബാക്കപ്പ് വേണമെന്ന് തോന്നി നമ്മൾ ആ ബാക്കപ്പ് വെച്ചു. അതിനൊരു സപ്പോർട്ടായിട്ട് നമ്മളൊരു പാനലും കൂടെ വയ്ക്കുന്നു. അപ്പം ഈ പറയുന്ന ബാറ്ററി ഡിസ്ചാർജ് ആവുന്നതിനനുസരിച്ച് സോളാർ പാനൽ പകലാണെന്നുണ്ടെങ്കിൽ പാനലിൽ നിന്നുള്ള ഒരു കറണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ എനർജി വെച്ചിട്ട് ഇത് റീചാർജ് ആവും. ആ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമായ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വയ്ക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ഓൺ ഗ്രിഡ്. അതും ബാക്കപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോളാർ ഓഫ് ഗ്രിഡ് വെക്കുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. കറണ്ട് പോകുമ്പോൾ സപ്ലൈ ഇൻട്രപ്ഷൻ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാമെന്നുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്.
ഓൺ ഗ്രിഡിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് വീട്ടിനകത്ത് ഏത് സമയവും ഏത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാം. പക്ഷേ എത്രയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു എനർജി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഈ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ എനർജി ചാർജ് വരത്തില്ല. എക്സ്ട്രാ എനർജി നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഓൺ ഗ്രിഡിനെയും ഓഫ് ഗ്രിഡിനെയും കമ്പൈൻ ചെയ്ത് ഒരു ബോക്സിനകത്താക്കിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ ഹൈബ്രിഡ്. ഒരിക്കലും ഹൈബ്രിഡ് ഒരു പുതിയ ടെക്നോളജി ആയിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കോൺസെപ്റ്റിൽ ഒരിക്കലും ഒരു പുതിയ ടെക്നോളജി അല്ല. എപ്പോഴും ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡ് എന്ന രണ്ട് കോൺസെപ്റ്റിനെ ഒന്നിച്ചാക്കിയിരിക്കുന്നു, കൊളാബ് ചെയ്ത് ഒരു ബോക്സിനകത്താക്കിയിരിക്കുന്നത്. അതേ ഉള്ളൂ. ഇതിനകത്ത് ഈ പറയുന്ന രണ്ടും ഇതിനകത്ത് വരും. കറണ്ട് പോകുമ്പോൾ ബാക്കപ്പ് നമുക്ക് ഈ പറയുന്ന പാനലിൽ നിന്ന് വരും. ഓൺ ഗ്രിഡ് ആകുമ്പോൾ നമുക്ക് അതേപോലെ യൂസ് ചെയ്യാം. ബാക്കി എല്ലാം സെയിം, ഇതിൻ്റെ അതേ കോൺസെപ്റ്റാണ് ഇത്. പിന്നെ ഹൈബ്രിഡിനെ സംബന്ധിച്ച് ഹൈബ്രിഡ് ഒരു ബഡ്ഡിങ് സ്റ്റേജാണ്. ഒരു 3, 4, 5 വർഷം മുമ്പുള്ള ഓൺ ഗ്രിഡിൻ്റെ സ്റ്റേജിലാണ് ഇപ്പോൾ ഹൈബ്രിഡ് നിൽക്കുന്നത്. അപ്പോൾ ആ ബഡ്ഡിങ് സ്റ്റേജിൽ നല്ല രീതിയിലൊന്ന് ഡെവലപ്പായി വരാനായിട്ടുള്ളൊരു ടൈം എടുക്കും. അത്ര 1 or 2 years എടുക്കും എന്തായാലും ഹൈബ്രിഡ് ഒരു പോപ്പുലറൈസ് ആയി വരാനായിട്ടല്ല, അതിൻ്റെ ഒരു കുറച്ചുകൂടെ R&Dയും കാര്യങ്ങളൊക്കെ വരേണ്ട ഒരു ആവശ്യം റിക്വയർമെൻ്റ് ഉണ്ട് ആ ഫീൽഡിൽ. ഉണ്ട്. മാനുഫാക്ചേഴ്സ് കുറച്ചുകൂടെ വരണം. ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് അത് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓൺ ഗ്രിഡിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. ആവശ്യം പോലെ ബ്രാൻഡ്സ് ഉണ്ട്. നമുക്ക് അതിന് ഏത് വേണോ ചൂസ് ചെയ്യാം. അപ്പം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഹൈബ്രിഡിനെ സംബന്ധിച്ച് വളരെ ലിമിറ്റഡ് ആണ്. ആ ഒരു ഡിമെറിറ്റ് ഉണ്ട്. അത് ഡിമെറിറ്റ് അല്ല, ബഡ്ഡിങ് സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോഴത്തെ ഓൺ ഗ്രിഡ് പോലെ ഒരു 3 വർഷം കഴിയുമ്പോൾ ഹൈബ്രിഡ് നിൽക്കും. സോളാർ പാനൽ വെക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും KSEB പെർമിഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാതിരിക്കുന്നത്? അതൊരിക്കലും KSEB കൊടുക്കുന്ന ഒരു പെർമിഷൻ അല്ല, അത് ഡിപ്പെൻഡ് ഓൺ ട്രാൻസ്ഫോമറാണ്. അതായത് ഇപ്പോൾ ഒരു 100 kVയുടെ ട്രാൻസ്ഫോമർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ട്രാൻസ്ഫോമറിൻ്റെ 90%, അതായത് ഇപ്പോൾ ഒരു 100 kV ആണ് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ 90 kVA ആണ് നമുക്ക് സോളാർ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുക. സോളാർ ഇൻപുട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന 90 kVA കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 90 kVA ഓൾറെഡി 90 kVA സോളാർ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളൊരു ട്രാൻസ്ഫോമറിൽ ആണ് നമ്മളുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീസിബിലിറ്റി എന്നാണ് പറയുന്നത്. അതിന് അപ്ലൈ ചെയ്യുമ്പോൾ KSEB അത് റിജക്റ്റ് ചെയ്യും. അത് KSEB റിജക്റ്റ് ചെയ്യുന്നതല്ല, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം അത് മാറി വരുന്നുണ്ട്. ഇനി അങ്ങനെ ഉള്ള സ്ഥലത്ത് വേറൊരാൾക്ക് സോളാർ വെക്കണമെങ്കിൽ പുതിയ ട്രാൻസ്ഫോമർ വന്നതിന് ശേഷം KSEB ഒരു 250 ട്രാൻസ്ഫോമേഴ്സ് റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യുന്നത് വരെ ഈ ഒരു സെനേറിയോ കാണും. മാത്രമല്ല വയ്ക്കാൻ താല്പര്യമുള്ളവർ ഈ പറയുന്ന ഫീസിബിലിറ്റി തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യുക എന്നുള്ളൊരൊറ്റ ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ഈ പറയുന്ന പോലെ തീർന്ന എല്ലാ സ്ഥലത്തും ട്രാൻസ്ഫോമർ പുതിയത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വരാത്ത സ്ഥലങ്ങളുണ്ടാവാം, വരുന്ന സ്ഥലങ്ങളുണ്ടാവാം. അർബൻ ഏരിയാസിലാണ് കൂടുതൽ ഈ ഇഷ്യൂസ് വരുന്നത്. അർബൻ ഏരിയാസിൽ കൂടുതൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു ഫാക്ടറാണത്. ബട്ട് എന്നിരുന്നാലും നമുക്കത് വലിയ രീതിയിലൊരു 1 or 2% വരുന്ന ആൾക്കാർക്ക് ഇത് കിട്ടാതെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. മാക്സിമം വെക്കണമെന്ന് മനസ്സിലെങ്കിലും ഉള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വെക്കുക, അതേ ഉള്ളൂ. അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഒരിക്കലും നമ്മളിപ്പോൾ 2 പേര് വരുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാൾക്ക് ആദ്യം വെച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരിക്കലും അത് ഒരാൾക്ക് തരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം വരുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്ന രീതിയിൽ പോകാമെന്നുള്ളൊറ്റ ഓപ്ഷൻ KSEBക്കും വയ്ക്കാൻ നമ്മളെപ്പോലുള്ള കമ്പനികൾക്കും വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു റിസർവ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ആദ്യം വരുന്ന ആരാണോ അവർക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പാനൽസ് വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പാനൽസ് വയ്ക്കുക. ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ? ഒരു 2-3 മാസം വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ആരെയാണോ ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കും. ഇതിനോടൊപ്പം ഒരു കാര്യം ചോദിക്കും, ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ അവർ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഉറപ്പായിട്ടും പറ്റും. നമുക്ക് 2-3 രീതിയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ ഒരു ഫോൺ വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് വിസിറ്റ് ഇട്ട് ഇപ്പോൾ ഒരു വർക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് സൈറ്റ് കണ്ട് റൂഫ് കാര്യങ്ങൾ ബാക്കിയെല്ലാം ഉറപ്പുവരുത്തി കസ്റ്റമറെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊസീഡിങ്സിലോട്ട് പോകത്തുള്ളൂ. ഒരിക്കലും ഫോൺ വഴി നമ്മൾ വർക്ക് ക്ലോസ് ചെയ്ത് ബാക്കി പോവാത്ത രീതിയിൽ ഒരിക്കലും വരത്തില്ല. നേരിട്ട് കാണും. കസ്റ്റമറുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ ചെന്ന് സൈറ്റ് കണ്ട് വിസിറ്റ് ചെയ്താണ് നമ്മൾ ആ പ്രൊസീഡിങ്സ് കൊണ്ട് മുന്നോട്ട് പോകുന്നത്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം ഈ പ്രൊഡക്ഷനെ ബാധിക്കാറുണ്ടോ? കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം ബാധിക്കാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ വരുന്ന N-type ടോപ്പ് കോൺ ബൈഫേഷ്യൽ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി അല്ല ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പാനൽസിന് താരതമ്യേന ഈ പറയുന്ന ബാധകം വളരെ കുറവാണ്.
ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ ഒരു 3 കിലോ വാട്ടിന് 15 തൊട്ട് 18 യൂണിറ്റ് വരെ നമ്മൾ കിട്ടുന്ന സ്ഥാനത്ത് ഒരു വെയിൽ കുറവുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്ലൗഡി ഡേയ്സ് വന്നാലും ഒരു 8 യൂണിറ്റ് 9 യൂണിറ്റ് മിനിമം പ്രൊഡക്ഷൻ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും, ടോപ്പ് കോൺ ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും ടോപ്പ് കോൺ പാനൽസിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. 1. 2, പഴയ പോളിക്രിസ്റ്റലിനോ മോണോപ്രക്കോ ആണെന്നുണ്ടെങ്കിൽ ഇതിന്ന് കുറേ കൂടി ഒരു കുറവ് ആ പറയുന്ന പ്രൊഡക്ഷനിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മളെടുക്കുന്ന പാനൽസ് ആണ് ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇമ്പോർട്ടൻറ്റ്, പാനലിന് നല്ല രീതിയിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പറയുന്ന നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ പാനലിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എപ്പോഴും പാനൽ എന്നൊരു പാനലിൻ്റെ ടെക്നോളജിക്കാണ് ഇമ്പോർട്ടൻസ്. ഒരിക്കലും പാനൽ ഒരു ബ്രാൻഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ചെയ്യണ്ടെന്നല്ല, ചെയ്യാം. ബട്ട് അതിനുപരി ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഒരു ബ്രാൻഡിന് വേണ്ടി ടെക്നോളജിയെ കോംപ്രമൈസ് ചെയ്യരുത്. തിരിച്ച് ചെയ്യാം, ടെക്നോളജിക്ക് വേണ്ടി ബ്രാൻഡിനെ കോംപ്രമൈസ് ചെയ്താലും തിരിച്ചൊരിക്കലും ചെയ്യരുത്. എപ്പോഴും ടെക്നോളജി നോക്കുക, വാറണ്ടി നോക്കുക, എഫിഷ്യൻസി, ഇത് 3ഉം പ്രൈമറിലി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. എങ്കിലേ നമ്മൾ വെക്കുന്നതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലോങ് റണ്ണിൽ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. 3 കിലോ വോൾട്ട്, 5 കിലോ വോൾട്ട്, 10 കിലോ വോൾട്ട്, ഇങ്ങനെ 3 ടൈപ്പാണുള്ളത്. ഒരു വീട്ടിൽ ഇതിൽ ഏതാണ് വേണ്ടതെന്നുള്ള കപ്പാസിറ്റി ഏതാണ് നമ്മളെ വീട്ടിലേക്ക് വേണ്ടതെന്ന് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും? അത് നമ്മുടെ വീട്ടിലെ എനർജി കൺസംഷൻ എത്രയാണോ അതിനനുസരിച്ചുള്ള ഒരു പ്ലാന്റാണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. ഒരിക്കലും ഫിക്സഡ് അല്ലെങ്കിൽ ഇപ്പോൾ പലരും വിളിച്ച് ചോദിക്കുന്നത് എൻ്റെ വീട്ടിൽ 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര കിലോ വാട്ടിൻ്റെ പ്ലാന്റ് വയ്ക്കണം? ഒരിക്കലും നമ്മൾ നമ്മുടെ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് സോളാർ പ്ലാന്റ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇതേപോലെ ചില ആൾക്കാർ ചോദിക്കും, എൻ്റെ വീട്ടിൽ 4 AC ഉണ്ട്, എത്ര കിലോ വാട്ട് സോളാർ വയ്ക്കണം? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. 4 AC ഉള്ള ഒരാൾ മാസത്തിൽ 2 ദിവസം മാത്രം ഒരു AC വെച്ചിടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ബില്ലും ഒരു സിംഗിൾ AC 24 hours റൺ ചെയ്യുന്ന ഒരു വീടും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. എപ്പോഴും ഒരു AC ഉള്ള ആ പറയുന്ന കണ്ടീഷനിൽ ഒരു AC ഉള്ള വീട്ടിലായിരിക്കും കൺസംഷൻ കൂടുതൽ. അപ്പോൾ ഈ 4 AC ഉള്ള വീട്ടിനേക്കാളും പ്ലാന്റ് കപ്പാസിറ്റി നമുക്ക് ഒരു AC ഉള്ളത് വേണ്ടി വരും. അപ്പം പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ കൺസംഷനാണ്, എത്ര കൺസ്യൂം ചെയ്യുന്നു. ഇപ്പോൾ ഒരു 1000 യൂണിറ്റ് ഒരു ബൈ മന്ത്ലി കൺസ്യൂം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ കൺസംഷൻ കിട്ടും. ഒരു പ്ലാന്റ് കപ്പാസിറ്റിയിൽ മിനിമം പ്രൊഡക്ഷൻ 4 യൂണിറ്റ് ആണ് 1 കിലോ വാട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ പെർ ഡേ കൺസംഷൻ ഡിവൈഡ് ബൈ 4 ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആവശ്യമായ കപ്പാസിറ്റി കിട്ടും. അത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 3.5 അല്ലെങ്കിൽ 4 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത പ്ലാന്റ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പം ഒരു ചെറിയൊരു ഫ്യൂച്ചറിസ്റ്റിക് അതിനകത്തുണ്ട്. ഒരു തൊട്ടടുത്ത പ്ലാന്റ് ഇപ്പം 2.5 വന്നാൽ 3 വയ്ക്കുക, 3.5 4 വന്നു കഴിഞ്ഞാൽ 5 വയ്ക്കുക, 5ന് മുകളിൽ പോയി 8 വയ്ക്കുക, അത് കഴിഞ്ഞ് 10 വയ്ക്കുക, ഡിപ്പെൻസ്. പിന്നെ 5ന് മുകളിലോട്ടുള്ള ഏത് പ്ലാന്റ് വെക്കണം എന്നുണ്ടെങ്കിലും വീട് 3 phase കണക്ഷൻ ആയിരിക്കണം, അത് കമ്പൽസറിയാണ്. 3 phase, കാരണം 5ന് മുകളിലോട്ടുള്ള ഒരു ഇൻവെർട്ടേഴ്സും സിംഗിൾ ഫേസ് ഇൻവെർട്ടേഴ്സ് ഇല്ല. അപ്പോൾ 5ന് മുകളിലോട്ടുള്ള എല്ലാ ഇൻവെർട്ടേഴ്സും 3 phase തന്നെ ആയിരിക്കണം. 3ഉം 5ഉം വരെ സിംഗിൾ ഫേസിൽ 3 കിലോ വാട്ടും 5 കിലോ വാട്ടും സിംഗിൾ ഫേസ് ഉണ്ട്. 5ന് സിംഗിൾ ഫേസും ഉണ്ട്, 3 phase ഉണ്ട്. എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും 5 കിലോ വാട്ടിന് സിംഗിൾ ഫേസ് ആണ് കസ്റ്റമറിനെ സംബന്ധിച്ച് ബെനിഫിറ്റ് ആയിട്ട് വരിക. ബട്ട് ആസ് പെർ KSEB നമ്മൾ ആ സിസ്റ്റം സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ലോഡ് ബാലൻസിങ്ങും എല്ലാം നോക്കുമ്പോൾ KSEB പ്രിഫർ ചെയ്യുന്നത് 3 phase ആണ്. ഡിപ്പെൻസ് ഓൺ ഇപ്പോൾ നമ്മളൊരു റെഗുലേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ അണ്ടറിലാണ്, അത് റെഗുലേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 3 phase ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇല്ലാത്ത പക്ഷം നമുക്ക് 5 കിലോ വാട്ട് സിംഗിൾ ഫേസ് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഡിപ്പെൻസ് ആണ്. പിന്നെ എപ്പോഴും 5 കിലോ വാട്ട് വയ്ക്കുമ്പോൾ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇപ്പോൾ 3 phase ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസിൽ സപ്ലൈ ഇല്ലെങ്കിലും നമ്മളെ സിസ്റ്റം വർക്കിംഗ് ആയിരിക്കില്ല. സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസിൽ പോയാൽ മാത്രമേ നമുക്ക് സിസ്റ്റം വർക്കിംഗ് അല്ലാതിരിക്കത്തുള്ളൂ. ഞാനൊരു പാനൽ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലെ 1-2 കമ്പനിയിൽ നിന്ന് കൊട്ടേഷൻ എടുക്കും. ഈ കൊട്ടേഷൻ എനിക്ക് എങ്ങനെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും? 2 കമ്പനിയിൽ നിന്ന് വരുന്ന കൊട്ടേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, എപ്പോഴും ഒരു കൊട്ടേഷൻ ഒരു കമ്പനി തരണമെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനീസിനും ഒരു കോമൺ കൊട്ടേഷൻ ഉണ്ടാവും. ഇപ്പം നമുക്കുണ്ടൊരു കോമൺ കൊട്ടേഷൻ. ഒരിക്കലും നമ്മൾ ആ കോമൺ കൊട്ടേഷൻ ഡയറക്റ്റ് കസ്റ്റമറിന് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ പോളിസിയാണ്, ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും ഷെയർ ചെയ്യുന്നത് ഒരു കൊട്ടേഷൻ കൊടുത്താൽ നമ്മൾ പറയുന്നത് ഇത് ജസ്റ്റ് ഒരു റേറ്റിൻ്റെ ഒരു ആവറേജ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ പോളിസീസ് അറിയാനാണ്. ഒരിക്കലും ഇതല്ല സാറിനുള്ള കൊട്ടേഷൻ. സാറിനുള്ള കൊട്ടേഷൻ നമ്മളെപ്പോഴും തരുന്നത് സൈറ്റ് വന്ന് കണ്ട് സൈറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ എമൗണ്ട് തരിക. കാരണം സൈറ്റ് വന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ ആ സൈറ്റ് ഫ്ലാറ്റ് റൂഫാണോ ഷീറ്റ് റൂഫാണോ ഹൈറ്റ് കൂട്ടണോ കുറയ്ക്കണോ ഇതറിയാൻ പറ്റത്തുള്ളൂ.
എത്ര കേബിൾ ലെങ്ത് ആവും, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം ഇതൊന്നും കാണാണ്ട് നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ഒരു കൊട്ടേഷൻ നമുക്ക് കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒന്നത്. 2, എപ്പോഴും കൊട്ടേഷൻ തരുമ്പോൾ ആ കമ്പനിക്കാരോട് തന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയുക. കാരണം കമ്പനിക്കാർ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊട്ടേഷൻ അടിക്കുന്നത്, നമ്മൾ കൊട്ടേഷൻ എപ്പോഴും നമുക്കറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കസ്റ്റമറിന് ഈ സാധനം വായിച്ചാൽ മനസ്സിലാവണം, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു കൊട്ടേഷൻ തന്നു കഴിഞ്ഞാൽ മാക്സിമം ഈ പറയുന്ന കൊട്ടേഷൻ കൊണ്ടുതരുന്ന ആളാണോ ആവാം, അല്ലെങ്കിൽ ചിലപ്പം ബൈ ഫോണായിരിക്കും. 2 ആയാലും അത് ഈ തരുന്ന ആളോട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയണം. ഇപ്പോൾ ഓരോ എഴുതിയിരിക്കുന്ന വാക്കും കസ്റ്റമറിന് മനസ്സിലാവണം. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു പാനലും ഇൻവെർട്ടറും മാത്രമല്ല, അതിനകത്ത് എർത്തിങ്ങിൻ്റെ ഫാക്ടേഴ്സ് വരും, അതിനകത്ത് നമ്മളെ മീൻസ് എന്താ പറയുക, ലീക്കേജസ് വരാതിരിക്കാനുള്ള സിസ്റ്റംസ് കാണും, ഡാമേജസ് വരാതിരിക്കാനുള്ള സേഫ്റ്റി മെഷേഴ്സ് കാണും, അതേപോലെ സ്ട്രക്ചറിൻ്റെ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് കാണും, സ്ട്രക്ചറിൻ്റെ ഗേജസും കാര്യങ്ങളും കാണും, ഇടുന്ന വയർ DC കേബിൾ കാണും, AC കേബിൾ കാണും, കോപ്പർ കാണും. ഇതേപോലെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് പാർട്സ് ഉണ്ട് ഇതിന്. അപ്പം ഇതെല്ലാം അതിനകത്തുണ്ടാവണം. ഒരിക്കലും ഒരു പാനലും ഇൻവെർട്ടറും മാത്രം വെച്ച് നമ്മളൊരു ഇൻവോയ്സ് തരും പോലെ അല്ല നമുക്ക് സോളാർ പവർ പ്ലാന്റിൻ്റെ കൊട്ടേഷൻ തരേണ്ടത്. നമ്മൾ ഈ പറയുന്ന എല്ലാ ഡിവിഷൻസും അതിനകത്തുണ്ടായിരിക്കണം. എല്ലാം എന്താണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് അതിനകത്ത് കൃത്യമായിട്ടുണ്ടാവണം. പലരും കൊട്ടേഷൻ തരുമ്പോൾ ഈ പറയുന്ന പോലെ KSEB കോസ്റ്റ്, KSEBയുടെ കോസ്റ്റിനെ കുറിച്ച് അതിനകത്തൊന്നും പറയില്ല. എപ്പോഴും ആ പറയുന്ന കാര്യം അതിനകത്ത് ഉണ്ടായിരിക്കണം. അത് എയ്തർ കസ്റ്റമർ കൊടുക്കുക അല്ലെങ്കിൽ കമ്പനി കൊടുക്കുക, പക്ഷെ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതേപോലെ സ്ട്രക്ചറിൻ്റെ കോസ്റ്റ്, അത് ആ കൊട്ടേഷനകത്ത് ഉണ്ടായിരിക്കണം. അതിനകത്ത് ഈ പറയുന്ന എല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. ഒരിക്കലും നമ്മളത് മെൻഷൻ ചെയ്യാതെ പോകരുത്. ഇതെപ്പോഴും കസ്റ്റമറെ ശ്രദ്ധിക്കുക. ഒരു കൊട്ടേഷൻ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പാരിസന് വേണ്ടി, എപ്പോഴും കമ്പാരിസന് വേണ്ടി 2 പേരെ വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ ഒരിക്കലും ഒരു കൊട്ടേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന പാർട്സ് മിസ് ചെയ്തിട്ട് നമ്മളൊരു കമ്പനിക്ക് വർക്ക് അവാർഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കമ്പനിയോട് സംസാരിക്കേണ്ടി വരുന്നത്. നമ്മളെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഓൾറെഡി വേറൊരു കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത പല കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് മാറ്റുമ്പോൾ കസ്റ്റമറിന് ഏകദേശം ഒരു 2-3 മാസം ഡിലേ ആവും. ഇതെല്ലാം ഓൺലൈനാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് എല്ലാം റിക്കവർ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു 2 മാസം 3 മാസം നമ്മളെ സ്റ്റാഫ് പല കമ്പനിക്കാരെയും KSEBയിലും MNRയിലും കോൺടാക്ട് ചെയ്ത് നമുക്ക് അത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇതിൽ ഫിക്സ് ചെയ്യരുത്. നമ്മൾ കമ്പനിക്കാരോട് സംസാരിച്ച് ഡൗട്ടുള്ളത് ക്ലിയർ ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. കൊട്ടേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇതിനകത്തുള്ളതെല്ലാം എല്ലാ പാരാമീറ്റേഴ്സ് എല്ലാം അതിനകത്തുണ്ടാകുന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നമ്മളൊരു കൊട്ടേഷൻ എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എല്ലാം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കൊട്ടേഷൻ അപ്രൂവ് ചെയ്യാവൂ, അല്ലേ? അത്രയാണ്. ഈ സൈറ്റ് സർവേ നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞല്ലോ, ഈ സൈറ്റ് സർവേയുടെ പർപ്പസ് എന്താണ്? ഓക്കെ, സൈറ്റ് സർവേ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈമറിലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമുക്കൊരിക്കലും കസ്റ്റമറെ കണ്ട് കൺവിൻസ് ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് ആ സൈറ്റ് കാണണം. അതാണ് ഏറ്റവും പ്രധാനം. എപ്പോഴും ഒരു സൈറ്റ് കണ്ട് നമുക്ക് അല്ലെങ്കിൽ കസ്റ്റമറിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ പാനൽ വയ്ക്കാനും ഇൻവെർട്ടർ വയ്ക്കാനും എർത്തിങ് ചെയ്യാനും നമ്മൾ കണ്ടെത്തണം. പലയിടത്തും സംഭവിക്കുന്നത്, നമ്മൾ പോവും, ഒരാൾ സൈറ്റ് സർവേക്ക് പോവും, അത് കഴിഞ്ഞ് വേറൊരാൾ ടീമായിരിക്കും ഇൻസ്റ്റാളേഷന് പോവുക. അപ്പോൾ അവർ ഈ ആദ്യം കണ്ട അല്ലെങ്കിൽ കസ്റ്റമർ ഉദ്ദേശിച്ച സ്ഥലത്തെ ആയിരിക്കില്ല അവർ ഫിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ മാറ്റി വയ്ക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. അതിന് വേണ്ടി നിർബന്ധമായും സൈറ്റ് സർവേക്ക് പോകണം. സൈറ്റ് സർവേക്ക് പോകുമ്പോൾ തന്നെ കസ്റ്റമർക്ക് ഇപ്പം കസ്റ്റമർക്ക് റിക്വയർമെൻ്റ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് എനിക്ക് ഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കസ്റ്റമർ അത് പറയുക. പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ളൊരു ഇതായിരിക്കും പറയുന്നത്. കാരണം ഇപ്പം നോർമൽ ഒരു ഷെയ്ഡ് ഇല്ലാത്ത ഒരു പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റ് റൂഫിൽ ഫിക്സ് ചെയ്താൽ മതി. ഫ്ലാറ്റ് റൂഫിൽ നമ്മൾ ഡ്രിൽ ചെയ്ത് സ്ട്രക്ചർ ഫിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ആ പറയുന്ന ഇതിൽ ലീക്ക് വരാത്ത രീതിയിൽ കോൺക്രീറ്റ് ചെയ്തായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത് സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ നോർമൽ ഹൈറ്റ് ഒരു 1 മീറ്റർ സൗത്ത് സൈഡിലും നോർത്ത് സൈഡിൽ ഒരു 1.6 to 1.7 മീറ്റർ ആയിരിക്കും നമ്മളെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ കസ്റ്റമർ പറയണം എനിക്ക് അതിന് കുറേ കൂടെ ഹൈറ്റ് വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റ് കൂട്ടും തോറും നമുക്ക് ആ പാനൽ നോർമൽ ഒരു ഫ്ലാറ്റ് റൂഫിൽ വയ്ക്കുന്ന 1 മീറ്റർ ആണെങ്കിൽ നമുക്ക് പാനൽ ക്ലീൻ ചെയ്യാൻ പറ്റും. കസ്റ്റമറിനായാലും നമുക്കായാലും ക്ലീൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും, ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന പാനൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു ലാഡറും ഒരു വാക്ക് വേയും സെൻട്രലായിട്ട് സെൻട്രൽ ഏതൊരു സൈഡിൽ എവിടെയായാലും കംഫർട്ടബിളായിട്ട് സൈറ്റിനനുസരിച്ച് ഒരു പോർഷനിൽ നമുക്ക് വാക്ക് വേയിട്ട് എല്ലാ പാനലിലേക്കും ഡയറക്റ്റ് ആക്സസ് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്ട്രക്ചർ ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് നോർമൽ കോസ്റ്റ് ചെയ്യുന്ന കോസ്റ്റിന് വാക്ക് വേ ലാഡർ ഇട്ട് ഹൈറ്റ് കൂട്ടി ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഉപരി ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ
ഷീറ്റ് ഉണ്ടെങ്കിൽ ഷീറ്റിന്റെ മുകളിലായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ അവിടെ ചിലപ്പോൾ മേ ബി ഒരു ഷട്ടറോ അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ഇതടിച്ചൊരു വാക്വയോ അല്ലെങ്കിൽ ലാഡറോ സ്റ്റെയറോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ പറയുന്ന സൈറ്റ് സർവേക്ക് പോകുന്ന സമയം കൺഫേം ചെയ്യും. രണ്ടാമത്തെ കേസ് ഈ പറയുന്ന എർത്തിങ്ങിൻ്റെ സ്ഥലം. പല വീടുകളിലും സൈഡിലൂടെ ചേർന്നാണ് നമ്മൾ ഈ വാട്ടർ ലൈനും വേസ്റ്റേജ് വാട്ടറിൻ്റെ ലൈനും ഒക്കെ പോകുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് കസ്റ്റമർ പറയുക ഇന്ന സ്ഥലത്ത് എനിക്ക് ചെയ്യണം, അത് പറയണം, നമ്മൾ ചോദിക്കും. കൂടാതെ കസ്റ്റമറിൻ്റെ ഭാഗത്തൊരു സജഷനും കൂടെ വേണം നമുക്ക്. ഒരിക്കലും നമ്മളൊരു മിസ് ചെയ്ത് ഒരിക്കലും നമ്മളെ ഭാഗത്ത് മിസ് ചെയ്യാനും പാടില്ല, കസ്റ്റമർ പറയാൻ വിട്ടുവാനും പാടില്ല. അത് രണ്ടും ഫിക്സ് ചെയ്യണം. ഉറപ്പായിട്ടും ഒരിക്കലും ഒരു പ്ലാന്റ് വെക്കുന്നത് ഒരു കമ്പനിക്കാരുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം കസ്റ്റമറിൻ്റെ വീട്ടിലാണ് കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അറിയണം എവിടെ എന്തുണ്ടെന്നുള്ളത് കസ്റ്റമറാണ്. ഇല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പലപ്പോഴും പൈപ്പ് ലൈൻ പൊട്ടുന്ന ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. കസ്റ്റമർ കൺഫേം ആയിട്ട് പറയാം അവിടെ പൈപ്പ് ഇല്ല. അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ടാവുന്നത് നമ്മൾ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്, നമ്മൾ തന്നെ അത് ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് എന്നിരുന്നാലും മാക്സിമം കസ്റ്റമറിൻ്റെ ഭാഗത്തും കൂടി ഒരു സഹകരണം ഉണ്ടാവണം. അത് ആ ഒരു കേസ്. രണ്ടാമത്തെ കേസ് നമ്മൾ മെയിനായിട്ടും പോകുന്നത് ഈ പറഞ്ഞ ഇൻവെർട്ടർ ഫിക്സ് ചെയ്യുന്നൊരു സ്ഥലം. കാരണം നമുക്ക് സോളാർ മീറ്റർ എന്ന് പറയുന്നൊരു ബോക്സ് ഉണ്ട്. സോളാർ മീറ്റർ ബോക്സ് എപ്പോഴും നമ്മുടെ KSEB മീറ്റർ ബോക്സിൻ്റെ അടുത്ത് തന്നെ വരണം. അത് KSEBയുടെ റൂളാണ്. അത് അതിനോട് ചേർന്ന് തന്നെ വരണം. അതില്ലാതെ നമുക്കൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അത് വെക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പല വഴി കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വീടിന് ചിലപ്പോൾ ഒരു റൗണ്ട് കറങ്ങിയൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന പൈപ്പ് നമ്മളെ കോൺക്രീറ്റ് പൈപ്പ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഏത് വഴി വരണം, എങ്ങനെ വരണം, അതിനനുസരിച്ച് നമുക്ക് സ്യൂട്ടബിൾ പോർഷൻ റൂഫിലുണ്ടോ, മീറ്ററിൻ്റെ നേരെ മുകളിലേക്ക് നമുക്ക് സോളാർ വയ്ക്കാൻ പറ്റുമോ, അതൊക്കെ കൺഫേം ചെയ്യാനാണ് നമ്മൾ ഈ സൈറ്റിൽ പോകുന്നത്. അപ്പോൾ ആ സമയം നമ്മളതേ രീതിയിൽ നമ്മൾ നോക്കും. കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് കസ്റ്റമർ ഇപ്പോൾ പറയുക കസ്റ്റമർ ഇന്ന സ്ഥലത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് അപ്പോഴേ പറയുക. ഒരു സൈറ്റ് സർവേക്ക് ചെല്ലുമ്പോൾ തന്നെ അത് പറയുക. അത് കസ്റ്റമറുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അവർ ചെയ്തിരിക്കണം. അല്ലാതെ നമ്മളൊരു കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുന്നതിന് സൈറ്റ് വിസിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും സൈറ്റ് വിസിറ്റ് ഒരു വലിയൊരു ഫാക്ടറാണ്. നമ്മൾ പ്ലാന്റ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ വലിയൊരു ഫാക്ടറാണ് സൈറ്റ് വിസിറ്റ്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കോസ്റ്റൽ ഏരിയ ഉണ്ടല്ലോ, കോസ്റ്റ് ഏരിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് സോളാർ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ കോസ്റ്റലായതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടോ? റിസ്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കോസ്റ്റൽ ഏരിയാസിൽ നമ്മൾ ഷീറ്റ് ഇടുന്നില്ലേ, അതേ റിസ്ക് ഇതിനുണ്ട്. അപ്പം ആ ഷീറ്റ് ഇടുന്നതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിലുള്ള റിസ്ക്കാണ്. അത് പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതും പരിഹരിക്കാൻ പറ്റും. എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് നല്ല രീതിയിൽ ഫോമായിട്ട് വെൽഡ് ചെയ്യുക, റസ്റ്റിങ് മാക്സിമം ഒഴിവാക്കുക. നമ്മളിനി എത്രയൊക്കെ കോട്ട് ചെയ്താലും എത്രയൊക്കെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്താലും ഒരു 3 to 5 years ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന പോലെ സ്ട്രക്ചറിൽ റസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ നമ്മളെ കോസ്റ്റൽ ഏരിയാസിൽ. അതിനനുസരിച്ച് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഏതർ ഈ പറയുന്ന പോലെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം. അതിനുള്ള ഇപ്പോൾ പറയുമ്പോൾ അതിന് എന്താണോ എക്സ്പെൻസ് വരുന്നത് അത് നമുക്ക് മീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാരണം ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന ഒരു 30 വർഷത്തേക്ക് നമ്മൾ പ്ലാന്റ് വയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു മെയിൻ്റനൻസ് നമ്മൾ അതിന് കൊടുക്കണം. നമ്മൾ ബാക്കി സോളാർ പവർ പ്ലാന്റിനകത്ത് മെയിൻ്റനൻസ് ഇല്ല എന്ന് പറഞ്ഞാലും ഈ പറയുന്ന സ്ട്രക്ചർ എപ്പോഴും ഒരു വെൽഡിങ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ്റനൻസ് വരും, ഉറപ്പായിട്ട് വരും, 100% വരും. മാത്രമല്ല ഇത് അത്രയും എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സാധനമാണ്. പിന്നെ ഈ പറയുന്ന വിൻ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ ഈ പറയുന്ന കമ്പനിക്കാർ തന്നെയാണ് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും ഈ പറയുന്ന പോലെ പാനൽ വെച്ചിട്ട് പാനൽ പറന്നു പോകുന്നൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പാനൽ പറന്നു പോകും, പാനൽ സ്ട്രക്ചറോടെ പറന്നു പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു ടെക്നിക്കൽ പരമായി കമ്പനിക്കാർ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ചെയ്യണം. ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഫോമായിട്ട് ഫിക്സ് ചെയ്യുക, അതാണ് പ്രധാനം. പിന്നെ ഈ പറഞ്ഞ ഫ്രെയിം തിക്നെസ് ഇവിടെ ആക്ട് ചെയ്യും. പാനലിന്റെ ഫ്രെയിം തിക്നെസ് നമുക്ക് ഈ പറയുന്ന ഫാക്ടറിൽ ആക്ട് ചെയ്യും. കാരണം ഫ്രെയിം തിക്നെസ് 40 mm തിക്നെസ് ഉള്ളതും 30 mm തിക്നെസ് ഉള്ളതും തമ്മിൽ അതിന്റെ ബെൻഡിങ്ങിലും കാര്യങ്ങളും പറ്റും. നല്ല രീതിയിൽ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബെൻഡാവാൻ ചാൻസ് ഉണ്ടാവാം, മേ ബി. ഇതൊന്നും ഉണ്ടാവും എന്നല്ല പറയുന്നത്, ചാൻസസ് അതുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പം അത് ഈ പറയുന്ന പാനലിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്തിനെ ഈ പറയുന്ന കോസ്റ്റൽ ഏരിയാസിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോസ്റ്റൽ ഏരിയ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും ട്രിവാൻഡ്രം, എറണാകുളം, മലപ്പുറം, കോഴിക്കോടൊക്കെ ചെയ്യുന്നുണ്ട്. മലപ്പുറം കോസ്റ്റലല്ല, കോഴിക്കോട്, തൃശ്ശൂർ ഏരിയാസിൽ, ഗുരുവായൂർ ഏരിയാസിൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ട്രിവാൻഡ്രത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 7 years മുമ്പ് പറഞ്ഞാൽ ട്രിവാൻഡ്രത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ വർക്ക് വരുന്നത് ശംഖുമുഖം തൊട്ട് ഈ ഒരു നമ്മളെ വർക്കല വരുന്ന ഒരു ഏരിയയിൽ ഒരു 1 yearനകത്ത് തന്നെ നമ്മൾ ഏകദേശം ഒരു 100 പുറത്ത് കസ്റ്റമേഴ്സിന് നമ്മൾ ആ ഒരു സ്ട്രെച്ചിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ
അതിൽ ഏകദേശം ഒരു 4 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ചെയ്ത കസ്റ്റമേഴ്സും ഉണ്ട്. ഇപ്പോഴും സ്ട്രക്ചറിന് കുഴപ്പമില്ലാത്ത സ്ട്രക്ചേഴ്സും ഉണ്ട്, ഒരു റസ്റ്റ് പോലും വരാത്ത സ്ട്രക്ചേഴ്സും ഉണ്ട്. എന്നാൽ അതിന് വച്ച് ഒരു 4-5 മാസം കഴിഞ്ഞപ്പം ഒക്കെ റസ്റ്റ് വന്നതുകൊണ്ട് അതൊക്കെ നമ്മൾ തന്നെ റീപെയിൻറ്റ് ചെയ്തും കാര്യങ്ങളും മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കോസ്റ്റൽ ഏരിയാസിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. 2026 സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രധാന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ് പ്രൈസിങ് ആണ്. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല പ്രൈസിങ് കിട്ടുന്ന സമയമാണ്. പ്രൈസിങ് എന്ന് പറയുമ്പോൾ അതിന് 2 കോൺസെപ്റ്റ് ഉണ്ട്. ഓൺലി പ്രൈസിങ് അല്ല, പ്രൈസിങ് വിത്ത് ക്വാളിറ്റി. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല പ്രൈസിൽ കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു ടൈമാണിത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പം കേരള മാർക്കറ്റിനുണ്ട്. അത്യാവശ്യം ഒരു പാനലിനെ സംബന്ധിച്ചായാലും ഇൻവെർട്ടറിനെ, എന്ത് പ്രൊഡക്റ്റിനെ സംബന്ധിച്ചായാലും നല്ല രീതിയിൽ നമുക്ക് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഒന്ന്, ടെക്നോളജി ബേസ് ഏറ്റവും നല്ല വാറണ്ടി ഉള്ള, ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ബ്രാൻഡ് ഏറ്റവും നല്ല റേറ്റിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെപ്പോലുള്ള കമ്പനികൾക്കുണ്ട്. അതുകൊണ്ട് കസ്റ്റമറിന് എൻ്റയർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനും അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട്. ഒന്ന്. 2, സബ്സിഡി. കഴിഞ്ഞ കാലങ്ങളിലേക്കാളും ഉപരി നല്ല രീതിയിൽ സബ്സിഡിയിലൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. 73 kW ചെയ്യുമ്പോൾ 78,000 സബ്സിഡി എന്ന് പറയുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 50% അടുപ്പിച്ചൊരു കോസ്റ്റ്, 50% ഇല്ലെങ്കിലും അതിനോടൊത്ത് നിൽക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് ഈ പറയുന്ന സബ്സിഡി എമൗണ്ട് ആയിട്ട് കസ്റ്റമറിന് വരുന്നുണ്ട്. അത് വലിയൊരു ബെനിഫിറ്റ് ആണ്. 3 kW ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് എമൗണ്ട്? 3 kW ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് 3 kW വരെ 78,000. 3 kW മുകളിലോട്ടായാലും 78,000 ക്യാപ്ഡാണ്. 78,000 മുകളിൽ സബ്സിഡി എമൗണ്ട് കൊടുത്തില്ല. എത്ര കപ്പാസിറ്റി വെച്ചാലും കൊടുത്തില്ല. റെസിഡൻഷ്യൽ ഹൗസിംഗ് ഏരിയാസ്, കോളനീസിനൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഇത് തന്നെയാണ് കൺസംഷൻ. അപ്പോൾ ഇത് തന്നെയാണ് സബ്സിഡി. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 78,000 സബ്സിഡി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എമൗണ്ടാണ്. ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമറിനെ സംബന്ധിച്ച് ഒരു 1.25 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ മുടക്കി ഒരു പ്ലാന്റ് വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് 78,000 എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. അത് വലിയൊരു ബെനിഫിറ്റും കൂടിയാണ്. അപ്പം ആ ഒരു അപ്രോക്സിമേറ്റ് 50% ഓൾമോസ്റ്റ് നമുക്ക് ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം അത് 2. ഇനി രണ്ടാമത്തെ കേസ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KECBയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എല്ലാ കമ്പനീസിനും ഈ പറയുന്ന സ്കീമിനും കിട്ടുന്നുണ്ട്. KECB എന്ന് മാത്രമല്ല, എല്ലാ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും, സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ലോക്കൽ ബോഡീസ് ഉൾപ്പെടെ എല്ലാ മേഖലയിൽ നിന്നും ഈ പറയുന്ന സോളാറിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം എന്തിന് വയ്ക്കണം എന്നതല്ല, എന്തുകൊണ്ട് വയ്ക്കാതിരിക്കണം എന്നുള്ളതാണ് നമുക്കിപ്പം സോളാറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചോദ്യം. പിന്നെ വരുന്നത് ഈ പറഞ്ഞ സബ്സിഡി റിലീസാണ്. അത് ഭയങ്കര ഫാക്ടറാണ്. അതായത് ഇപ്പം നമുക്കൊരു കസ്റ്റമറെ സംബന്ധിച്ച് പണ്ട് കസ്റ്റമേഴ്സിന് കഴിയുന്ന സബ്സിഡി, ഗവൺമെൻറ് സബ്സിഡി അല്ലേ 1 വർഷം 2 വർഷം, അതൊക്കെ മാറിയിട്ട് 3 ദിവസം 4 ദിവസം 4 to 5 ഡേയ്സിനൊക്കെ നമുക്ക് സബ്സിഡി വരുന്നുണ്ട്. മാക്സിമം ടൈം എന്ന് പറഞ്ഞാൽ 1 മന്താണ്. നമ്മൾ പ്ലാന്റ് ഫിക്സ് ചെയ്ത് മീറ്റർ കണക്ഷൻ KECBന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ടൈം എന്ന് പറഞ്ഞാൽ 1 മന്താണ്. അതിനകം നമുക്ക് സബ്സിഡി വരുന്നുണ്ട്. ഒരു ഇലക്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഒരു സെനേരിയോയിൽ നമുക്കൊരു 1 മന്തിനകം സബ്സിഡി വരുന്നുണ്ട്. അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. അതും എങ്ങും പോണ്ട, നമ്മുടെ കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര അഡ്വാൻറ്റേജാണ്. പിന്നെ വരുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ യൂസേജിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. കപ്പാസിറ്റി നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻവെർട്ടേഴ്സിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ 3, 5, 8, 10 അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് കപ്പാസിറ്റി വേണോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ വച്ചാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. പ്രൈസിങ് എന്നുള്ളതല്ല, പ്രൈസിങ്ങും നമുക്ക് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ, കമ്പനിയെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇത് രണ്ടും ഉണ്ട്. നമ്മൾ പ്രൈസിങ് എന്ന് മാത്രം പറഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ലോ കോസ്റ്റ് എന്ന രീതിയിലേക്ക് മാറും. ഒരിക്കലും ലോ കോസ്റ്റ് അല്ല. നമുക്ക് പ്രൈസിങ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ക്വാളിറ്റിയിലും ബെസ്റ്റ് പ്രൊഡക്റ്റിലും ബെസ്റ്റ് കമ്പനിയിലും നമുക്ക് ഈ പറയുന്ന പ്രൈസിങ് കിട്ടും എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വിലപേശൽ എന്ന രീതിയിലേക്കല്ല ഇത് വരുന്നത്. കാരണം നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട് നല്ല രീതിയിൽ, അല്ലാത്തത് കൊണ്ട് ഇല്ലെന്നല്ല, ഹെൽത്തി കോമ്പറ്റീഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ഒരു എപ്പോഴും നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതേ ഇമ്പോർട്ടൻസിൽ തന്നെ കമ്പനിയെ ചൂസ് ചെയ്യുക. ഈ സബ്സിഡിയുടെ കാര്യം ചോദിച്ചുകൊണ്ടാണ് എല്ലാവർക്കും സബ്സിഡി കിട്ടും. ഡൊമസ്റ്റിക്
കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും സബ്സിഡി കിട്ടും. ഡൊമസ്റ്റിക് കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മൾ LT1 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഡൊമസ്റ്റിക്കിലേക്ക് വരുന്നത്. അപ്പോൾ LT1A എന്ന് പറയുന്ന താരിഫുള്ള എല്ലാ കൺസ്യൂമേഴ്സിനും സബ്സിഡി കിട്ടും. അതാണ് സബ്സിഡിയുടെ എലിജിബിലിറ്റി. പിന്നെ വേറൊരു കാര്യം, ഒരു കൺസ്യൂമറിന് തന്നെ 2 or 3 വീടുണ്ടെങ്കിൽ ആ 3 വീടിനും സെപ്പറേറ്റ് സബ്സിഡി എടുക്കാൻ പറ്റും. കാരണം കൺസ്യൂമർ നമ്പറിനാണ് സബ്സിഡി, ഒരിക്കലും ഇൻഡിവിജ്വലിനല്ല സബ്സിഡി വരുന്നത്, വ്യക്തിക്കല്ല. പിന്നെ ചിലപ്പോൾ ഈ പറയുന്നത് നമ്മൾ 2 or 3 ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ട് 2 കൊടുക്കണമെന്നേ ഉള്ളൂ, നമുക്ക് സബ്സിഡി കിട്ടും. നമ്മൾ തന്നെ നമ്മളെ കൺസ്യൂമേഴ്സിന്, ഒരു കൺസ്യൂമറിന് 4 വീട്ടിൽ നമ്മൾ സബ്സിഡി വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഇൻഡിവിജ്വൽ കൺസ്യൂമർ നമ്പറിനാണ് സബ്സിഡി, ഒരിക്കലും ഒരാൾക്കല്ല സബ്സിഡി. ഒരാൾക്ക് സബ്സിഡി ആണെന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ വെച്ചിട്ട് ആ ആധാറിലുള്ള ഒരാൾക്ക് 1 പ്രാവശ്യം സബ്സിഡി. അതല്ല കാറ്റഗറി, അതല്ല അവരുടെ കൺസേൺ, അതല്ല അവരുടെ റൂളെന്ന് പറയുമ്പോൾ ആ പറയുന്ന കൺസ്യൂമർ നമ്പറിന് ഒരു സബ്സിഡി, ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമറിന് ഒരു സബ്സിഡി. എനിക്കൊരു 3 വീടുണ്ടെങ്കിൽ 3 വീടിനും 3 സബ്സിഡി കിട്ടും. 3 വീടിനും 3 സബ്സിഡി നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം, ഒരു ഇഷ്യൂസും ഇല്ല. ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് സബ്സിഡി. എല്ലാ മേഖലയിലും ഈ എയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ സോളാർ മേഖലയിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടോ? സോളാർ മേഖലയിലും റിഫ്ലക്ഷൻ ഉണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് മാനുഫാക്ചറിങ് ഏരിയാസിലാണ്. ഈ പാനൽ, ഇൻവെർട്ടേഴ്സ് മാനുഫാക്ചറിങ് കുറേ കൂടെ പ്രിസൈസ് ആയിട്ടും കുറേ കൂടി സ്പെസിഫിക് ആയിട്ടും ഉള്ളൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമ്മൾ ഈ പറയുന്ന എയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. എല്ലാം ഈ പറയുന്ന ഒരു കറക്ഷൻസ് ഭയങ്കര കുറവാണ്. ഈ പാനൽസിൽ, പഴയ പാനൽസിൽ ഈ ഡയോഡിൻ്റെയൊക്കെ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ മാറി ഒരു നല്ല രീതിയിലൊരു എന്താ പറയുക, പാനലിന് ഇപ്പം ഡാമേജസ് ഒന്നും പാനലിന് ഇല്ല. നമ്മൾ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ വെച്ച ഒരു പാനലിനും ഇതുവരെ ഒരു ഡാമേജും ഇല്ല. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ബ്രാൻഡാണ്. ഏത് ബ്രാൻഡായാലും ഓൾമോസ്റ്റ് 90% ബ്രാൻഡുകളും ഓട്ടോമേറ്റഡ് ആയി, അതേപോലെ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. എല്ലാം മാനുഫാക്ചറിങ്ങും ആ മേഖലയിൽ നല്ല രീതിയിൽ അതിന് ഇത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസിലും അത്യാവശ്യം നല്ല രീതിയിലൊരു വ്യത്യാസങ്ങളും കാരണം വന്നിട്ടുണ്ട്. അത് എഫക്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല, നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ AI ഇതിലോട്ട് പിന്നെ കൊളാബ് ചെയ്തുകൊണ്ട്, അല്ല, നിങ്ങൾ ഈ AIനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങളുടെ മേഖലകളിലോട്ട്? നമ്മൾ മീൻസ് എന്താ പറയുക, ഒരു ആപ്പ് കാര്യങ്ങൾ, ആ ഒരു ഇപ്പം നമ്മളെ വർക്കിംഗ് സ്പീഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിന് ആ ഒരു ഇൻ്റഗ്രേഷനിലൂടെ മാറിയിട്ടുണ്ട്. ഉണ്ട്, നല്ല രീതിയിലുണ്ട്. ഇപ്പം നമ്മൾ കസ്റ്റമറിന് സർവീസ് കൊടുക്കുന്നതിലായാലും കറക്റ്റ് ടൈമിന് നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇന്റർനെറ്റ് ആക്സസ്, അതേപോലെ ഈ പറയുന്ന പോലെ നമ്മളെ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറിന്റെ പ്രൊഡക്ഷനും കാരണം നമ്മൾ പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ അറിയാൻ പറ്റുന്നത്, അത് ഒരു തരത്തിൽ നോക്കിയാൽ ഒരു എഫക്റ്റാണ്. അതായത് എവിടെ ഇരുന്നായാലും കസ്റ്റമറിന്റെ മൊബൈലിൽ, വീട്ടിലൊരു വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിനകത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ, ഇൻവെർട്ടറിൽ വരുന്ന അലർട്ട് കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാൻ പറ്റും. ഡെയിലി പ്രൊഡക്ഷൻ, അതേപോലെ ഇൻസ്റ്റന്റ് പ്രൊഡക്ഷൻ. ഈ ഒരു പെർട്ടിക്കുലർ ഡേ പറഞ്ഞ് ആ ഒരു ഡേയിൽ ഇപ്പോൾ ഒരു 1 PM എത്ര പ്രൊഡക്ഷൻ ഉണ്ടായി എന്നുള്ളത് കസ്റ്റമറിന് കൃത്യമായി അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആർക്കും എവിടെ ഇരുന്നും ഈ പറയുന്ന ഒരു ആക്സസ് ഉണ്ട്. ഇൻവെർട്ടറിനായാലും പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ ആയാലും എല്ലാ രീതിയിലും അതിൻ്റെ എഫക്ട്സ് ഉണ്ട്. പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഉറപ്പായിട്ടും അത് 2-3 രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈമറി ഫോണിലാണ്. കാരണം കസ്റ്റമർ ചിലപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ല. ഈ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ പകൽ എന്ത് സംഭവിച്ചെന്നുള്ള കസ്റ്റമർ അറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കസ്റ്റമർ ഫുൾ ടൈം ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് ഇരിക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം നമുക്ക് ഫോണിൽ അറിയാൻ പറ്റും. ഓരോ പ്രൊഡക്ഷൻ്റെ ഗ്രാഫ് ഉൾപ്പെടെ നമുക്ക് അറിയാൻ പറ്റും. 2 ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു റെക്കറിങ് ആയിട്ട് വരുന്ന ഒരു ഇതുണ്ടാവും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ചിലപ്പം ഈ ചില ഇൻവെർട്ടേഴ്സിന് ഇപ്പം ഇല്ല അധികം. പണ്ട് മോർണിംഗിൽ സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടുള്ള ഇൻവെർട്ടർ ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഇഷ്യൂസ്, ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനിലുണ്ടായ മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കതൊക്കെ കൃത്യമായി നോട്ട് ചെയ്യാൻ പറ്റും. നോട്ട് ചെയ്ത് അതിനാവശ്യമായ സർവീസ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. നമ്മളെ സംബന്ധിച്ചായാലും ഇപ്പം ഈ പറയുമ്പോൾ ഈവൻ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചാലും എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പം നമ്മളൊരു ഗ്രാഫിൻ്റെ ഒരു യൂസർ ഐഡിയും പാസ്വേഡ് അയച്ചിട്ട്, അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ ഒരു ഫോട്ടോ അയച്ചിട്ട് അവർക്ക് കൃത്യമായി പറയാൻ പറ്റും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അതിനുള്ള പ്രശ്നം. ഇൻവെർട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ, ഈ നല്ല ചൂട് ഉള്ള സമയത്ത് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് കിട്ടും, അതുപോലെ മഴയൊക്കെ ഒന്ന് ക്ലൗഡി ആയിട്ട് കിടക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ കുറവായിരിക്കും എന്നുള്ളത്. ഇതെങ്ങനെ, ചൂടുള്ള സമയത്ത് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കുമോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ആദ്യം ക്ലൗഡി പറയാം. ക്ലൗഡി ആയിരിക്കുമ്പം ഒരു ചെറിയൊരു ഡിപ്പ് ഉണ്ടാവും. അതിനകത്തെ പറഞ്ഞാൽ ആ ഡിപ്പിന് ഒരു ഡിക്രീസ് വന്നിട്ടുണ്ട്. ഇത് കുറയുന്നതിനൊരു കുറവ് വന്നിട്ടുണ്ട്.
അത് നാച്ചുറലി നമ്മളെ ഈ പാനലിൻ്റെ ടെക്നോളജി അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ എപ്പോഴും എല്ലാ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സിനെയും അഫക്റ്റ് ചെയ്യുന്നത് ഹീറ്റാണ്. ഹീറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എല്ലാ എക്യുപ്മെൻറ്റ്സ്, എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനെ പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യും പോലെ നമ്മളെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ പാനലിൻ്റെ ആയാലും ഇൻവെർട്ടറിൻ്റെ ആയാലും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എഫിഷ്യൻസിയെ ബാധിക്കുന്നുണ്ട്. നമുക്കൊരിക്കലും ചൂടല്ല ആവശ്യം, നമുക്ക് വെയിലാണ് ആവശ്യം അല്ലെങ്കിൽ വെളിച്ചമാണ് ആവശ്യം. ഫോട്ടോ വോൾട്ടൈക് സെൽ എന്നാണ് അതിനെ പറയുന്നത്. അതാണ് PV സെൽ. ആ PV സെൽസ് ചേർത്ത് വെച്ചാണ് നമ്മളൊരു PV മോഡ്യൂൾ ആക്കുന്നത്. ഫോട്ടോ വോൾട്ടൈക് സെല്ലുകൾ ചേർത്ത് വെച്ചാണ് ഫോട്ടോ വോൾട്ടൈക് മോഡ്യൂൾ ആവുന്നത്. അതാണ് പാനലെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരിക്കലും വെയിലോ ചൂടോ, നമുക്ക് വെളിച്ചമാണ് ആവശ്യം, ഫോട്ടോൺസ് ആണ് ആവശ്യം. അപ്പോൾ ആ ഫോട്ടോ വോൾട്ടൈക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രൊഡക്ഷൻ നടക്കും. അപ്പം ചൂട് വേണം എന്ന് നിർബന്ധമില്ല, നമുക്ക് വെയിലും വെളിച്ചവും മാത്രം മതി. ചൂട് കൂടിയാൽ പ്രൊഡക്ഷൻ കുറയും. പക്ഷേ അതിനും ഈ പറയുന്ന പോലെ ഇപ്പം നല്ല രീതിയിൽ അതിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം കുറയുന്നുണ്ടായിരുന്നു, അതാണ് സത്യം. ഇപ്പം ആ കുറവിനെല്ലാം കുറവ് വന്നിട്ടുണ്ട്. ഈ രണ്ട് രീതിയിലായാലും ചൂടിന്റെ നേരത്തേക്ക് പറഞ്ഞാൽ ചൂട് കൂടി നിൽക്കുമ്പോഴും പ്രൊഡക്ഷൻ കുറവായിരുന്നു, മഴ വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ കുറവായിരുന്നു. ഇപ്പൊ ഇത് രണ്ടിനും ഒരു കുറവ് വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ കുറച്ച് കൂടിയിട്ടുണ്ട് അല്ലേ? അതാണ് ടെക്നോളജി അപ്ഡേറ്റ്. അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും റീസെന്റ് ടെക്നോളജീസിനോട് ആശ്രയിക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ ഒരു 3-4 വർഷം മുമ്പൊക്കെ വെച്ച പാനൽ വെച്ച ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഇപ്പോൾ പുതുതായിട്ട് വെക്കുന്ന പാനൽസ് വെക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അത്രയും പ്രൊഡക്ഷൻ ക്വാളിറ്റി കിട്ടത്തില്ലല്ലോ. പ്രൊഡക്ഷൻ കിട്ടും. നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ എക്സംഷൻ ഇതാണ്. അതായത് വെയിൽ കുറവുള്ളപ്പോഴാണ് അല്ലെങ്കിൽ ഈ ക്ലൗഡി ആയിട്ടുള്ള സമയത്താണ് അതിന് ഡിഫറൻസ് വരുന്നത്. ആ സമയത്ത് ചെറിയ രീതിയിൽ അവരെ എഫക്റ്റ് ചെയ്യില്ലെന്നല്ല, ചെയ്യും. പഴയ പാനൽസിനെ എഫക്റ്റ് ചെയ്യും എന്ന് വെച്ച് അതൊരു വലിയൊരു എഫക്റ്റ് ആണെന്ന് വെച്ചാൽ അല്ല. കാരണം അവരുടെ ഇതനുസരിച്ച് അവർക്കത് മതിയാവാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ വയ്ക്കുന്നത് ചിലപ്പോൾ ഇപ്പോഴത്തെ ഇതിനനുസരിച്ചുള്ള കപ്പാസിറ്റി ആയിരിക്കും വയ്ക്കുന്നത്. അന്ന് അവർക്കത് മതി. നമ്മൾ അന്നത്തെ കാറ്റഗറി, ഇപ്പം നമ്മളൊരു 6000 വരുന്ന ബില്ല് നമുക്കൊരു 3 കിലോവാട്ട് മതി. നമ്മൾ അന്ന് 6000 3 കിലോവാട്ട് അല്ല വെച്ചോണ്ടിരുന്നത്. അതിന് തൊട്ടടുത്തൊരു കാറ്റഗറി നമ്മൾ വയ്ക്കുമായിരുന്നു. 4 കിലോവാട്ട്, മേ ബി 5 കിലോവാട്ട് നമ്മൾ വയ്ക്കുന്നത്. ഇപ്പം ആ ഒരു സ്റ്റേജ് മാറി. പ്രൊഡക്ഷൻ കൂടുതലുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പ്ലാന്റ് കപ്പാസിറ്റി കുറയ്ക്കുന്നുണ്ട്. അന്ന് അവർ അതിനനുസരിച്ച് പ്ലാന്റ് കപ്പാസിറ്റി വെച്ചിട്ടുണ്ട്. അപ്പം പഴയ ആൾക്കാരെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചെയ്യുന്നുണ്ടാവാം ഒരു നേരിയ തോതിൽ, ഒരു ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വീടിനകത്ത് നമ്മളൊരു സോളാറിൻ്റെ സിസ്റ്റം വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ സേഫ്റ്റി എന്തായാലും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഈ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സേഫ്റ്റി രണ്ട് രീതിയിലാണ്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സോളാർ പ്ലാന്റ് വെക്കുന്നത് കൊണ്ട് വീടിന് ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റ് തിങ്. കാരണം നമ്മളൊരു എക്യുപ്മെൻറ്റ് കൊണ്ട് വയ്ക്കുമ്പോൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ആണ്, ലീക്കേജ് ഉണ്ടാവാം, എർത്ത് ഫോൾട്ട് ഉണ്ടാവാം. ഇത് നോർമലി സംഭവിക്കാവുന്ന അതേ കാര്യങ്ങളെല്ലാം ഈ സോളാർ വെക്കുമ്പോഴും സംഭവിക്കും. പക്ഷെ അതിനൊരിക്കലും വീടിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളെപ്പോഴും ഇത് വയ്ക്കാനായിട്ട്. അതിന് പ്രധാനമായിട്ടും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് പ്ലാന്റിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. രണ്ട് രീതിയിലാണ്. ഒന്ന്, വാറണ്ടി ക്ലെയിമിങ്ങിന് വേണ്ടി ആയാലും നമ്മൾ ആ പ്ലാന്റിൻ്റെ പാനലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ആയാലും ലൈറ്റ്നിങ് അറസ്റ്റർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബ്രാൻഡ് ലൈറ്റ്നിങ് അറസ്റ്റർ വെക്കുക എന്നുള്ളതേ അതിനൊരു ഓപ്ഷനുള്ളൂ. ആ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യുക, അതൊരിതാണ്. പിന്നെ വരുന്നത് 2 എർത്തിങ് ഉണ്ട്. ഒന്ന്, ഡൊമസ്റ്റിക് കൺസ്യൂമർ, ഒരു 5 കിലോവാട്ട് 10 കിലോവാട്ട് വരെയുള്ള പ്ലാന്റിൻ്റെ കേസാണ്. അതിന് മുകളിലോട്ട് പോകുമ്പോൾ വേറെ രീതിയിൽ എർത്തിങ് വരും. 10 കിലോവാട്ടിനകത്താണെന്നുണ്ടെങ്കിൽ AC എർത്തിങ്ങും വേണം, DC എർത്തിങ് വേണം, സ്ട്രക്ചർ എർത്തിങ്, 3 എർത്തിങ്ങാണ്. അത് 2ആയിട്ടാണ് നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ AC സൈഡിലെ എർത്തിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇൻവെർട്ടറിലേക്ക് ഒരു എക്സസ് വോൾട്ടേജ് ഓർ കറണ്ട് വന്നാൽ ട്രിപ്പ് ആവണം. ഇൻവെർട്ടറിൽ നിന്ന് നമ്മളെ ഗ്രിഡിലേക്ക് ഒരു എക്സസ് വോൾട്ടേജോ കറണ്ടോ ഇൻവെർട്ടറിൽ നിന്ന് പോയാലും ട്രിപ്പ് ആവണം. ബോത്ത് വേസിലായാലും അത് ട്രിപ്പ് ആവണം. അതിനു വേണ്ടിയുള്ളൊരു സിസ്റ്റമാണ്. അതൊരു ACDB എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ACDB കമ്പൽസറി ആണ്. ACDB, DCDB, അതായത് DC എന്ന് പറയുമ്പോൾ DC സൈഡിൽ നിന്ന് വരുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, AC എന്ന് പറയുന്നത് AC എന്ന് വരുന്ന പ്രൊട്ടക്ട്. അപ്പോൾ ഇതിന് ACDBക്ക് ഒരു MCB ഉണ്ടാവും. MCB ഓർ കറണ്ട് ട്രിപ്പ് ചെയ്യാനാണ്. അതേപോലെ ഒരു SPD ഉണ്ട്. SPD ഓർ വോൾട്ടേജ് വരുമ്പോൾ ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കണം. ആ SPD ആണ് നമ്മൾ AC എർത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇൻവെർട്ടറിൻ്റെ ബോഡി എർത്തും കൂടെ ചേർത്താണ് നമ്മൾ വരുന്നത്. അതേപോലെ തന്നെ DC സൈഡ് വരുമ്പോഴും ഇതേ സിസ്റ്റം DC സൈഡിലുണ്ട്. SPD, അതേപോലെ MCB, ഈ വക
കാര്യങ്ങൾ DCC ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളെ സ്ട്രക്ചർ എർത്തിങ്ങും വരുന്നത്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. 3 എർത്തിങ് മസ്റ്റാണ്. ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ കോറാണ് 3 എർത്തിങ് എന്നുള്ളത്. അത് നമ്മൾ ബാക്കി എല്ലാം ചെയ്തിട്ട് എർത്തിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇത് മതി ഈ പറയുന്ന സിസ്റ്റം മൊത്തത്തിൽ ഡാമേജ് ആവാനും പ്രൊഡക്ഷനെ ബാധിക്കും, നമ്മളെ വീട്ടിലെ സേഫ്റ്റിയെ ബാധിക്കും. ഇത് 3 പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ വാറണ്ടിയെ ബാധിക്കത്തില്ലേ? ഓഫ് കോഴ്സ് വാറണ്ടിയെ ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. കാരണം അവർ വന്ന ഇനിഷ്യലി നോക്കുന്നത് ഈ പറയുന്ന നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടും സംഭവിച്ചാൽ മാത്രമേ അവർ വാറണ്ടി തരത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറിന് ഭയങ്കര ലോസ് ആയിരിക്കും. കാരണം എപ്പോഴും ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണ്. നമ്മൾ ഇനി എന്ത് ചെയ്തു വെച്ചാലും ഇതിനകത്ത് ഈ പറയും പോലെ പ്രൊഡക്ഷൻ ഒരു ഇൻവെർട്ടർ ഡാമേജ് ആയി, എർത്തിങ് ചെയ്യാത്തത് കൊണ്ടാണ് ഇൻവെർട്ടർ ഡാമേജ് ആയത് എന്ന് ഒരു എർത്തിങ്ങിൻ്റെ മാനുഫാക്ചറർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വാറണ്ടിയുള്ള ഇൻവെർട്ടർ ആയാലും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് എർത്തിങ് മാനുഫാക്ചറുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് കസ്റ്റമറാണ്. കസ്റ്റമറിനാണ് ആ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഈ ഒരു സംസാരം നടന്ന് ഇത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു മാസം 2 മാസം എടുത്തുന്നിരിക്കും. അത്രയും സമയം കസ്റ്റമറിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല. നമ്മൾ അത് നിർബന്ധമായി ശ്രദ്ധിച്ചിരിക്കണം. എർത്തിങ് പ്രോപ്പർ ആയിരിക്കണം, നല്ല രീതിയിൽ എർത്തിങ് ചെയ്തിരിക്കണം. അതിന് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. MNRE ആയാലും KSEB ആയാലും ഇൻസ്പെക്ടറേറ്റ് ആയാലും അവരൊരു സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ എർത്തിങ് ചെയ്തിരിക്കണം. അപ്പം അത് 3 എർത്തിങ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റിനിങ് അറസ്റ്ററിൻ്റെ ലാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാനലിൻ്റെ ഡാമേജ് ഉണ്ടാക്കാം. 1. 2, ലൈറ്റിനിങ് അറസ്റ്റർ പ്രോപ്പറായിട്ടല്ല ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീടിനെ തന്നെ അത് ബാധിക്കും. പിന്നെ രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞ പോലെ SPD കേസ് വന്ന് AC സൈഡിലുള്ള എന്തെങ്കിലും ലീക്കേജോ കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിനെയും ബാധിക്കും, വീടിനെയും ബാധിക്കും. അതേപോലെ തിരിച്ചും DC സൈഡാണെന്നുണ്ടെങ്കിൽ പാനലിനെയും ബാധിക്കും, ഇൻവെർട്ടറിനെ ബാധിക്കും. ഇത് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിരിക്കണം. അത് സോളാർ പ്ലാന്റ് എന്നല്ല, ഏത് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ചെയ്താലും എർത്തിങ് ഒരു വലിയ ഫാക്ടറാണ്. അത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ സിസ്റ്റത്തെ അത് ബാധിക്കും. ഇനി എനിക്കറിയേണ്ടത് ഈ ലോണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊരു സോളാർ പ്ലാന്റ് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ലോണിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ലോണിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരാവും. ലോൺ എടുക്കുന്നവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമാണ്. കാരണം നമുക്ക് ഇപ്പം കിട്ടുന്ന ലോണുകളിൽ ഏറ്റവും ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതാണ് PM സൂര്യഘറിൽ കിട്ടുന്ന 5.75 പെർ ആനം എന്ന ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്കിപ്പോൾ ഈ പറയുന്ന ലോൺ കിട്ടുന്നത്. അപ്പോൾ അത് പ്യുവർലി ത്രൂ കമ്പനി രജിസ്റ്റേർഡ് വെൻഡർ വഴിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളാണ് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും കസ്റ്റമറിന് ഡയറക്റ്റ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോൺ കിട്ടില്ല. രജിസ്റ്റേർഡ് വെൻഡർ വഴി ആദ്യം ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് ഈ പറയുന്ന ലോൺ പ്രോസസ്സ് കമ്പനി ത്രൂ ആണ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ ജൻസമൃദ്ധ എന്ന് പറയുന്ന പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴിയായിരിക്കും വെരിഫിക്കേഷനും കാര്യങ്ങളും ഈ പറയുന്ന ബാങ്ക് വരുന്നത്, ബാങ്ക് സെലക്ട് ചെയ്യുന്നത് എല്ലാം അത് വഴിയായിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് മന്ത്ലി അല്ലെങ്കിൽ ബൈ മന്ത്ലി അടയ്ക്കുന്ന ഒരു KSEB ബില്ലിൻ്റെ എമൗണ്ട് മതി EMI അടയ്ക്കാനായിട്ട്. അപ്പോൾ ഒരു 3 to 4 years കസ്റ്റമർ KSEB ബില്ലിൽ അടയ്ക്കുന്ന എമൗണ്ട് അടച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ലോൺ ക്ലോസ് ആയി. പിന്നെ കിട്ടുന്നത് കസ്റ്റമറിന്റെ ബെനിഫിറ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതേ ഇല്ല. കസ്റ്റമർ ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. ഈ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അവർ ഓൾറെഡി സോളാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ മുടക്കേണ്ട ഒരു എമൗണ്ട് ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ എമൗണ്ട് അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നില്ല. കസ്റ്റമറിന് ഒരു തരത്തിലും ഒരു ബേർഡൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ പറയുന്ന സോളാർ ലോൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ഉറപ്പായിട്ടും വലിയ രീതിയിൽ ബെനിഫിറ്റ് ആണ്. കാരണം കസ്റ്റമറിന് ഒരു തരത്തിലും കസ്റ്റമറിൻ്റെ അവരുടെ ക്യാഷ് ഫ്ലോയെ ബാധിക്കുന്നില്ല. കസ്റ്റമറിൻ്റെ ഡെയിലി ഇപ്പം ഈ ഒരു 3 kilowatt 5 kilowatt വയ്ക്കുന്ന കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഒരു കോമൺ മാൻ, ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും വയ്ക്കുന്നത്. ആ പറയുന്ന ആൾക്കാർ മന്ത്ലി കാൽക്കുലേഷൻസും ഈ പറയുന്ന സാലറി കാരണം കാൽക്കുലേറ്റ് അവരെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ അവർക്ക് സോളാർ വയ്ക്കാൻ പറ്റും. അവരുടെ മതി KSEBയിൽ ബില്ലിൽ അടയ്ക്കുന്ന പൈസ മതി അവർക്ക് ഈ പറയുന്ന EMI അടയ്ക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോൾ അവർക്കത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇനി ഇതുവരെ നമ്മൾ ചോദിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഈ 5 kilowatt 10 kilowatt പിന്നെ സോളാർ സിസ്റ്റത്തെ പറ്റിയിട്ടാണ് എനിക്കിനി അറിയേണ്ടത്. ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ സോളാർ പാനലുകൾ വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ സോളാർ വയ്ക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ എങ്ങനെ ഡൊമസ്റ്റിക്കിൽ ഒരു പ്ലാന്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നോ അതേ മെത്തേഡിൽ തന്നെയാണ് കൊമേഴ്ഷ്യലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ഹയർ ആയിരിക്കും. കാരണം ഓട്ടോമാറ്റിക്കലി പ്ലാന്റ് കോസ്റ്റും കറണ്ട് ബില്ല് എമൗണ്ടും കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 50,000 1 lakh 2 lakh 3 lakh വരെ ബില്ല് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബിൽഡിങ്സിന് വരുമ്പോൾ എത്രയാണോ അവർക്ക് വയ്ക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിലും സൈറ്റ് സർവേ ആണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ. സൈറ്റ് സർവേ ചെയ്യുന്ന വ്യക്തി എത്ര പ്ലാൻ കപ്പാസിറ്റി പറയുന്നോ അതിനനുസരിച്ചായിരിക്കും കസ്റ്റമർ തിങ്ക് ചെയ്യുന്നത്. ആ തിങ്കിങ് കറക്റ്റ് ആയിരിക്കണം. ഒരിക്കലും നമ്മളൊരു ഓവറായിട്ടൊരു പ്ലാൻ കപ്പാസിറ്റി സജസ്റ്റ് ചെയ്യരുത്.
ലോവർ കപ്പാസിറ്റി സജസ്റ്റ് ചെയ്തത്. ഇത് രണ്ടും കറക്റ്റ് കാൽക്കുലേഷൻ ആണെങ്കിൽ മാത്രമേ കസ്റ്റമർ വെക്കുന്നത് കൊണ്ട് അവർക്കൊരു ബെനിഫിറ്റ് ഉള്ളൂ. കാരണം ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് മുടക്കുന്ന ഒരു ചെറിയ എമൗണ്ട് അല്ല കൊമേഴ്ഷ്യൽ കൺസ്യൂമേഴ്സ് മുടക്കുന്നത്. അപ്പോൾ അവർക്കൊരു ലോങ് ടേം ആണ് അവർ ചെക്ക് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഒരു 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ അല്ല അവർ കവർ ചെയ്തെടുക്കുന്നത്. അവർക്കൊരു 4 to 5 years എടുക്കും ഇത് കവർ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ആ കവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം. അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാൽക്കുലേഷൻ വേണം. 1, 2 ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആകുമ്പോൾ ചിലപ്പം നമ്മളൊരു ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു AC ആയിരിക്കും വാങ്ങി വയ്ക്കുന്നത്. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ ആകുമ്പോഴത്തേക്കും ഒന്നായിരിക്കും. ചിലപ്പോൾ ഒരു ഹാളും കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10 AC വയ്ക്കും. ഈ 10 AC വയ്ക്കുമ്പോൾ അവർക്ക് അതും കൂടെ കണ്ട് അവരോട് കറക്റ്റ് കാര്യങ്ങൾ അഡ്വൈസ് എടുത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള കറക്റ്റ്, കാരണം അവർ ചിലപ്പോൾ ഇത് പറയില്ല, നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിച്ച് ആ സ്കീമിലെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു പ്ലാന്റ് കപ്പാസിറ്റി സജസ്റ്റ് ചെയ്യാവൂ. കപ്പാസിറ്റി സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയാതെ അവർക്ക് അറിയില്ല. അപ്പം നമ്മൾ പറയുന്നത് എങ്ങനെയെന്നനുസരിച്ചിരിക്കും അവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ. അവർക്കും EMI അവൈലബിൾ ആണ്. അവർക്കും പിന്നെ സബ്സിഡി അവൈലബിൾ ആണോ? അല്ല, കൊമേഴ്ഷ്യലിന് സബ്സിഡി അവൈലബിൾ അല്ല. കൊമേഴ്ഷ്യലിന് സബ്സിഡി അവൈലബിൾ അല്ല. കൊമേഴ്ഷ്യലിന് വെക്കുമ്പോൾ പറ്റുന്നത് ഈ പറയുന്ന പോലെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ടെക്നോളജി വൈസ് ആയാലും കമ്പനി വൈസ് ആയാലും അവർക്കും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഇത് തന്നെയാണ്. നല്ല രീതിയിൽ സോളാർ വയ്ക്കാനുള്ള ഓപ്ഷൻ അവർക്കും അവൈലബിൾ ആണ്. പിന്നെ ഒരു 90% കൊമേഴ്ഷ്യൽ ആൾക്കാർക്ക് ഓൺ ട്രാൻസ്ഫോമർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റിയുടെ ഇഷ്യൂ വളരെ വളരെ കുറവാണ്. കാരണം അവരുടേതായ ട്രാൻസ്ഫോമർ ആയി. അപ്പോൾ അവർക്ക് വേറൊരാളുടെ പെർമിഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പെർമിഷൻ വേണം, കേസിന് ഓഫ് കോഴ്സ് പെർമിഷൻ വേണം. ബട്ട് ഈ പറഞ്ഞ ഫീസിബിലിറ്റി ഇല്ല എന്നൊരു ഇഷ്യൂ അവർക്ക് വരാൻ ചാൻസ് കുറവാണ്. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? കൊമേഴ്ഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ വർക്ക് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഡൊമസ്റ്റിക് വർക്കിന്റെ കൂടെ തന്നെ നമ്മൾ അത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ വർക്കിന്റെ എണ്ണം കൗണ്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഡൊമസ്റ്റിക് വർക്കും കൊമേഴ്ഷ്യലും നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കൊമേഴ്ഷ്യൽ വർക്ക് കുറവായിരിക്കും. പിന്നെ അത് കസ്റ്റമറെ നല്ല രീതിയിൽ നമ്മൾ അഡ്വൈസ് ചെയ്തെടുക്കണം. കൺവിൻസ് ചെയ്യാന്നുള്ളതല്ല, കസ്റ്റമറെ അഡ്വൈസ് ചെയ്തെടുക്കണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്താൽ എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളവരെ മനസ്സിലാക്കണം. ഇപ്പം നിയമങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് സോളാറിൻ്റെ പാനൽ വെക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും? ഒരിക്കലുമില്ല. നമ്മൾ സോളാർ പ്ലാന്റ് ഫിക്സ് ചെയ്ത് നമ്മൾ KSEBക്ക് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. നെറ്റ് മീറ്റർ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. ആ എഗ്രിമെൻറ്റിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് 25 വർഷത്തേക്ക് ഈ ഏത് കസ്റ്റമറാണോ വയ്ക്കുന്നത് ആ കസ്റ്റമറും KSEBയും തമ്മിലാണ് ഈ പറയുന്ന എഗ്രിമെൻ്റ് ചെയ്യുന്നത്. ആ എഗ്രിമെൻറ്റിനകത്ത് 25 വർഷത്തേക്ക് ഈ പറയുന്ന നെറ്റ് മീറ്ററിങ്ങിൽ തന്നെ ഇപ്പം എന്താണോ റൂള് അതേ റൂളിൽ തന്നെ 25 വർഷം ആ കസ്റ്റമർ പോവും എന്നതാണ് നമുക്ക് കിട്ടുന്ന ആ എഗ്രിമെൻറ്റ്. അപ്പോൾ ഒരിക്കലും വയ്ക്കുന്ന കസ്റ്റമറിന് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു റെഗുലേഷനും ഒരു റൂളും ബാധിക്കില്ല. ഇപ്പം എന്താണോ വയ്ക്കുന്ന സമയത്ത് എന്താണോ റൂള് ആ റൂളിലായിരിക്കും കസ്റ്റമർ 25 years പോകുന്നു. അതിനുശേഷം വരുന്ന ഒരു റൂൾ ഇവരെ ബാധിക്കില്ല. അതുകൊണ്ട് എത്രയും നമ്മൾ എപ്പോഴും പറയുന്ന എല്ലാത്തിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വയ്ക്കുന്നെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വയ്ക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. കാരണം ഇപ്പോഴത്തെ റൂള് ഓക്കെയാണ്. ഇനി ഫ്യൂച്ചറിൽ റൂള് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിയാലും ഈ വയ്ക്കുന്ന ആൾക്കാരെ ആരെയും ബാധിക്കില്ല. മനസ്സിലായി? ആരെയും ബാധിക്കില്ല. ഇനി അത് കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ മാത്രമേ അത് ബാധിക്കത്തുള്ളൂ. അപ്പൊ എന്താണോ റൂള് അതനുസരിച്ചിട്ട് ഉറപ്പായിട്ടും അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിപ്പോൾ വെക്കുന്ന ആട്ടെ ഏറ്റവും ബെറ്റർ. ഒരു സോളാർ പാനൽ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയം ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ഈ സോളാർ പാനലും വീട്ടിലെ കണക്റ്റഡ് ലോഡും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? സോളാർ പാനല് പ്ലാന്റ് നമ്മൾ വെക്കുന്ന സോളാർ പ്ലാന്റ് നമ്മൾ എത്രയാണോ സോളാർ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കപ്പാസിറ്റിയിലുള്ള കണക്റ്റഡ് ലോഡ് നമ്മളെ വീട്ടിലുണ്ടായിരിക്കണം. സപ്പോസ് ഒരു 3 kilowatt നമ്മളെ വീട്ടിൽ നമ്മൾ വെക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ 3 kilowatt കപ്പാസിറ്റി കണക്റ്റഡ് ലോഡ് നമ്മളെ ബില്ലിനകത്ത് ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ KSEBക്ക് ഒരുമാനത്തിൽ എന്ന് പറഞ്ഞാൽ KSEBയുടെ സോഫ്റ്റ്വെയറാണ്, അതിനകത്ത് അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒരാൾ പറയുന്നതല്ല, അത് റൂളാണ്. അതാണ് റൂള്. അപ്പം അവർക്കത് നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവർക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് ഉണ്ട്. ഇപ്പോൾ 5 kilowatt ആണെങ്കിൽ 5 kilowatt ഉണ്ടായിരിക്കണം വീട്ടിൽ. ഇപ്പോൾ ഒരു 5 kilowatt മുകളിലോട്ട് പ്ലാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും 3 phase ഉണ്ടെങ്കിലേ 5 kilowatt മുകളിൽ കണക്റ്റഡോടെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു 5 kilowatt ഉള്ള കൺസ്യൂമറിന് 8 kilowatt വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം 5 kilowatt മാറ്റി 8 kilowatt മാറ്റണം. അപ്പോൾ ആ വീട് 3 phase മാറണം.
3 ഫേസിലേക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷം ബില്ലിനകത്ത് 8 കിലോ വാട്ട് കണക്റ്റഡ് ലോഡായി റിവൈസായി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഫീസിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിനെ ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സും കൂടിയാണ്. ഇലക്ട്രാവൈസ് എനർജി ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സാണ്. നമ്മളെ സംബന്ധിച്ച് അതും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. വേറെ പുറത്തുനിന്ന് അതിനുവേണ്ടി ഇനി വേറൊരാളെ കണ്ടെത്തി ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. തന്നെ ഇപ്പോൾ പലരും വീട് വയ്ക്കുമ്പോഴത്തേക്ക് ഈ സിംഗിൾ ഫേസ് കണക്ഷനാണ് എടുക്കുന്നതെങ്കിൽ പോലും അവർ 3 ഫേസിൻ്റെ ഒരു ഇത് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് സിംഗിൾ ഫേസ് എടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവർ പിന്നെ 3 കിലോ വാൾട്ടോ അല്ലെങ്കിൽ 5 കിലോ വാൾട്ടോ ഒരു സോളാർ വയ്ക്കുന്നുണ്ടാവും. ഇനി ഇവർക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം മാറ്റി അപ്ഗ്രേഡ് ചെയ്താൽ പോരെ? അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം വീടിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ 3 ഫേസ് വയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് 3 ഫേസ് ആക്കാനാണ് ജസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ പേപ്പർ മാത്രം സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്ത് ഓൾറെഡി 3 ഫേസ് വയറിങ് അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനിലുള്ള ഫ്യൂസും കാര്യങ്ങളും ഇട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ പേപ്പർ മാത്രം മതി, അത് 3 ഫേസ് ആക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന പ്ലാന്റ് നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. എപ്പോഴും പ്ലാന്റ് കപ്പാസിറ്റിയേക്കാളും കൂടുതൽ കണക്റ്റഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഇല്ല. പ്ലാന്റ് കപ്പാസിറ്റിയേക്കാളും കുറവ് കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കൂട്ടേണ്ട ആവശ്യമുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കേസ് നമ്മളെ പ്ലാന്റ് കൂട്ടുന്നത്. അപ്പം നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ നോർമലി ചെയ്യുന്നത് കസ്റ്റമറുടെ കപ്പാസിറ്റി എത്രയാണ് കസ്റ്റമർ റിക്വയർമെൻറ്റ്. കസ്റ്റമർ ഇപ്പോൾ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഷെഫീഖാണ് കസ്റ്റമർ എന്നുണ്ടെങ്കിൽ ഷെഫീഖ് ഇപ്പോൾ വയ്ക്കുന്നത് ഒരു 3 കിലോ വാട്ടിൻ്റെ കൺസംഷനേ ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ ഒരു 3 ഇയേഴ്സിനകത്ത് 3 ഇയേഴ്സ് കഴിയുമ്പോൾ ഒരു EV എടുക്കും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കും, കാർ എടുക്കും, 4 വീലർ എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പാനൽ കപ്പാസിറ്റി നമുക്ക് ലിമിറ്റ് ചെയ്യാം. ഇൻവെർട്ടർ കപ്പാസിറ്റി നമ്മൾ എത്രയാണ്, ഇപ്പോൾ സപ്പോസ് ഒരു 8 കിലോ വാട്ടിൻ്റെ പ്ലാന്റാണ് അവർക്ക് ഒരു 3 ഇയേഴ്സ് കഴിയുമ്പോൾ റിക്വയർമെൻറ്റ്. അപ്പോൾ 8 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ വെച്ചിട്ട് നമ്മളൊരു 5 കിലോ വാട്ടിൻ്റെ അല്ലെങ്കിൽ 3 കിലോ വാട്ടിൻ്റെ പാനൽ വയ്ക്കുക. അപ്പോൾ എപ്പോഴാണോ അവർ EV എടുക്കുന്നത് അപ്പോഴ് നമ്മൾ ഈ പറയുന്ന പാനൽ കപ്പാസിറ്റി 8ലേക്ക് മാറ്റിയാൽ മതി. അപ്പോഴുണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി KSEBയുടെ ഇതിലും MNRയുടെ ഇതിലും ഓൾറെഡി 8 കിലോ വാട്ടിൻ്റെ കൺസ്യൂമർ ആണ്. ഓക്കെ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ആ സമയം നമ്മളിത് 3 കിലോ വാട്ടോ 5 കിലോ വാട്ടോ ആഡ് ചെയ്യുന്ന സമയം നമുക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പേപ്പർ വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല, പാനൽസ് മാത്രം മതി. അപ്പം ബാക്കി ടോട്ടൽ സിസ്റ്റം നമ്മൾ വയ്ക്കുന്നത് 8 കിലോ വാട്ടിനായിരിക്കും. അപ്പം ജസ്റ്റ് പാനൽ മാത്രമേ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കോസ്റ്റ് എഫക്റ്റീവാണ്, നല്ല രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവാണ്. 1. 2, നമുക്ക് ഈ പറയുന്ന പോലെ ആ സമയം ചിലപ്പോൾ ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ആ സമയം ചിലപ്പോൾ റെഗുലേഷനും കാര്യങ്ങളും മാറും. അപ്പോഴും നമ്മൾ ഈ പറയുന്നതൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്തില്ല, കാരണം നമ്മൾ ഓൾറെഡി 8 കിലോ വാട്ട് കൺസ്യൂമർ ആണ്. അത് പിന്നെ രണ്ടാമത്തെ ഒരു കേസ്, ഇതിനകത്ത് പ്ലാന്റ് കപ്പാസിറ്റി എങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു വലിയൊരു ചോദ്യമാണ്. അതായത് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ കണ്ടീഷനിൽ ഏതാണ് നമ്മളെ കപ്പാസിറ്റി? നമ്മൾ 5 കിലോ വാട്ടിൻ്റെ പാനലും 8 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറും വെച്ചു. നമ്മൾ 5 കിലോ വാട്ടാണോ 8 കിലോ വാട്ടാണോ? അതിന് KSEBിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻ ഉണ്ട്. അതായത് ഇൻവെർട്ടർ കപ്പാസിറ്റി ആണോ അതോ പാനൽ കപ്പാസിറ്റിയുടെ 80%, ഇതിലേതാണോ ഹയർ കപ്പാസിറ്റി അതാണ് നമ്മളെ പ്ലാന്റ് കപ്പാസിറ്റി. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു 100 കിലോ വാട്ടിൻ്റെ പ്ലാന്റും 80 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറുടെ പ്ലാന്റ് കപ്പാസിറ്റി 80 കിലോ വാട്ടാണ്. കാരണം 80 കിലോ വാട്ട് ഇൻവെർട്ടർ ഉണ്ട്. പാനൽ കപ്പാസിറ്റി 100 ആണെന്നെങ്കിൽ 100ൻ്റെ 80% വരുമ്പോൾ 80 കിലോ വാട്ട്. അപ്പം രണ്ടിലേതാണോ ഹയർ, അപ്പം ഇത് രണ്ടും 80 ആണ്. അപ്പം കസ്റ്റമറുടെ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 80 കിലോ വാട്ടാണ്. ഇതാണ് റെഗുലേഷൻ, ഇതാണ് റൂള്. ഇതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കസ്റ്റമറിന് ഏതാണോ കൺവീനിയൻ്റ് അത് നമ്മൾ പറഞ്ഞത്, നമ്മൾ കസ്റ്റമറോട് സംസാരിക്കണം, അല്ലെങ്കിൽ കസ്റ്റമർ നമ്മളോട് സംസാരിക്കണം. ഒരു ഡിസ്കഷൻ എപ്പോഴും ഉണ്ടാവണം. അല്ലാണ്ട് ഒരിക്കലും ഒരു പ്ലാന്റ് കപ്പാസിറ്റി സെലക്ട് ചെയ്യാൻ പാടില്ല. അത് ചെറിയ പ്ലാന്റ് ആയാലും ശരി തന്നെ, വലിയ പ്ലാന്റ് ആയാലും, ഏത് പ്ലാന്റ് ആയാലും കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അറിഞ്ഞിട്ട് മാത്രമേ നമ്മളൊരു സജഷൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് കപ്പാസിറ്റി പ്രപ്പോസ് ചെയ്യാവൂ. അതിനനുസരിച്ച് മാത്രമേ കൊട്ടേഷൻ കൊടുക്കാവൂ. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നല്ലതാണ് കേട്ടോ. നല്ലതാണ്. കാരണം ഇപ്പം EV എടുക്കുന്നില്ല, ചിലപ്പോൾ ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് EV എടുക്കുന്നുള്ള ആൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. കാരണം ഇപ്പം AC ഇല്ല, ഒരു 3 AC കുറച്ച് കഴിയുമ്പോൾ റിനോവേഷൻ കഴിഞ്ഞിട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 with 5 എന്നൊരു ഓപ്ഷനിൽ പോകാം. 3യുടെ പാനലും 5ൻ്റെ ഇൻവെർട്ടറും വയ്ക്കാം, അല്ലെങ്കിൽ 5ൻ്റെ പാനലും 8ൻ്റെ ഇൻവെർട്ടറും വയ്ക്കാം. അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ആ സമയത്ത് വരുന്ന ഒരു റെഗുലേഷൻ നിങ്ങൾ ഒന്നും ബാധിക്കത്തില്ല. ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. കസ്റ്റമർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് സോളാർ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകത്തില്ല എന്നുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത്
അത് ആ സോളാർ നമ്മൾ വെക്കുന്ന ഏത് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു നമുക്ക് 3 ടൈപ്പ് പ്ലാന്റ് ഉണ്ട്. ഒന്ന് ഓൺ ഗ്രിഡ്, ഒന്ന് ഓഫ് ഗ്രിഡ്, പിന്നെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഹൈബ്രിഡ്. അപ്പോൾ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ബാക്കപ്പിന് വേണ്ടിയുള്ളതല്ല. നമുക്ക് ആവശ്യമുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്ലാന്റാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. നമ്മൾ ഉപയോഗിക്കുന്ന എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. ഓഫ് ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു KCB ഡിസ്കോമിൻ്റെ സപ്ലൈ ഇല്ലാത്ത സമയം നമുക്ക് ബാക്കപ്പ് ചെയ്ത് ഉള്ള സമയം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയം നമ്മളത് യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഓഫ് ഗ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടും കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ ഓൺ ഗ്രിഡിനെ സംബന്ധിച്ച് ഓൺ ഗ്രിഡിൻ്റെ സ്പെഷ്യാലിറ്റി, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്തും യൂസ് ചെയ്യാം. നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ടൈമിൽ ആ പവർ വേണമെന്നില്ല. കാരണം സോളാർ എന്നുള്ള സപ്ലൈ ഇല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ അത് തികയാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ EB എന്നുള്ള സപ്ലൈ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യില്ല. പലർക്കും ഉള്ള വേറൊരു ഡൗട്ടാണ് ഇതേ കണ്ടീഷനിലാണ്. കാരണം നമുക്ക് എത്ര AC യൂസ് ചെയ്യാൻ പറ്റും? ഒരിക്കലും AC നമ്മൾ ലിമിറ്റ് ചെയ്യണ്ട, നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം. നമ്മൾ ആ ഒരു ഇൻസ്റ്റൻ്റിൽ യൂസ് ചെയ്യുന്നതും സോളാറായിട്ട് യാതൊരു ബന്ധമില്ല ഓൺ ഗ്രിഡ് സിസ്റ്റമായിട്ട്. പക്ഷേ അത് ഓഫ് ഗ്രിഡിൽ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ലിമിറ്റേഷൻസ് വരും. ഓഫ് ഗ്രിഡ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് മേഖലയാണ്. അത് ബാറ്ററി ഉള്ളതാണ് ഓഫ് ഗ്രിഡ്. ഒരിക്കലും നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ചാൽ, ഇപ്പം ഒരു കസ്റ്റമറുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിൽ ഇപ്പോൾ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ആ ഇൻവെർട്ടർ അതേപോലെ നമ്മൾ ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ചാൽ യൂസ് ചെയ്യാം. നമ്മൾ ഓൺ ഗ്രിഡ് വെച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉള്ള ഇൻവെർട്ടറും ബാറ്ററിക്കും അഡ്വാൻറ്റേജും ഇല്ല, ഡിസഡ്വാൻറ്റേജും ഇല്ല. അതാണ് കണ്ടീഷൻ. നമ്മൾ വയ്ക്കുന്നത് വേറൊരു സിസ്റ്റമാണ്, അവിടെ ഇരിക്കുന്നത് വേറൊരു സിസ്റ്റമാണ്. അതേപോലെ രണ്ട് ഇൻവെർട്ടറും രണ്ടാണ്. നമ്മൾ വയ്ക്കുന്നത് ഓൺ ഗ്രിഡാണ്. നമ്മൾ പാനലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC കൺവേർട്ട് ചെയ്ത് AC ആക്കാനുള്ള ഇൻവെർട്ടറാണ് നമ്മൾ ഓൺ ഗ്രിഡിൽ വയ്ക്കുന്നത്. അതേസമയം DC നമ്മൾ ഹോം UPS അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഹോം UPS ആണ് ആക്ച്വലി. അപ്പം അതിൻ്റെ പർപ്പസ് നമ്മളെ AC സപ്ലൈയെ എടുത്ത് DC ആക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ബാറ്ററിക്കകത്ത് സ്റ്റോർ ചെയ്തിട്ട് നമ്മളെ AC സപ്ലൈ പോകുമ്പോൾ ഈ DCയെ കൺവേർട്ട് ചെയ്ത് AC ആക്കി കൊടുക്കുക. അതാണ് നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന ഇൻവെർട്ടർ. രണ്ടും എൻ്റെ ഡിഫറൻ്റ് ആണ്. ടൂറിസം മേഖല ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലരും ഹോം സ്റ്റേകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹോം സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ മൂന്നാറിലോ അതല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളത്തോ അല്ലെങ്കിൽ കാലിക്കട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഇവിടെ ഉള്ള സോളാറിനെ അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ പലപ്പോഴും അത് ഒരു ഹോം സ്റ്റേ ആയാലും ടൂറിസം ഏത് മേഖലയായാലും നമുക്കിപ്പോൾ രണ്ട് കണക്ഷൻ, അതായത് ഒരു ഡൊമസ്റ്റിക്കും ഒരു അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ ഒരു കണക്ഷൻ, അതിന് ഡൊമസ്റ്റിക്കോ താരിഫ് അതിന് ബാധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമർ ആയാലും ഇൻഡസ്ട്രിയൽ ആയാലും ഹോസ്പിറ്റലായാലും കൊമേഴ്ഷ്യൽ ആയാലും ഏത് കൺസ്യൂമർ ആയാലും 2 ബില്ല് ഒരാളുടെ പേരിലുണ്ടെങ്കിൽ ഒരിടത്ത് സോളാർ വെച്ചിട്ട് അതിൽ എക്സസ് ഉള്ള യൂണിറ്റ്സ് നമുക്ക് മറ്റതിലേക്ക് കുറയ്ക്കാൻ പറ്റും. ഇറസ്പെക്റ്റീവ് ഓഫ് താരിഫ് ഇതിനെ ബാധകമാകുന്നില്ല. ഏത് ഇതിൽ വെച്ച ഏത് ഒരു താരിഫിൽ നമുക്കിപ്പോൾ വീട്ടിൽ സബ്സിഡിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ഈ പറഞ്ഞ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരു വീട് ട്രിവാൻഡ്രം, ഒരു വീട് കാസർഗോഡും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KCBയുടെ അണ്ടറിലായിരിക്കണം എന്നൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു വീടുണ്ട്, കാസർഗോഡ് ഒരു വീടുണ്ട്. കാസർഗോഡ് ഒരു ഒരു ഹോം സ്റ്റേ പോലൊരു സെറ്റപ്പാണ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മളൊരു അവിടുത്തെ പ്ലാന്റിൻ്റെയും ഇവിടുത്തെ പ്ലാന്റിൻ്റെയും കപ്പാസിറ്റി ടോട്ടൽ എടുത്തിട്ട് എത്ര പ്ലാന്റ് കപ്പാസിറ്റി വേണമെന്ന് ഫിക്സ് ചെയ്യുക ആദ്യം. അത് ഇവിടെ ഇപ്പം നമുക്കൊരു 3 കിലോവാട്ട് മതി, അവിടെ നമുക്കൊരു 5 കിലോവാട്ട് വേണം. അങ്ങനെയാണ്. അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെയായാലും ഒരു 8 കിലോവാട്ടിൻ്റെ പ്ലാന്റ് നമുക്ക് വേണം ടോട്ടലി. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ട്രിവാൻഡ്രത്തെ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന എവിടെയാണോ അവിടെ ഒരു 8 കിലോവാട്ടിൻ്റെ പ്ലാന്റ് വയ്ക്കുക. അപ്പോൾ 8 കിലോവാട്ടിൻ്റെ കണക്ടർ ഉണ്ടായിരിക്കണം. 8 കിലോവാട്ടിൻ്റെ പ്ലാന്റ് വയ്ക്കണം. നമുക്ക് അതിൽ നിന്നൊരു 78,000 സബ്സിഡിയും കിട്ടും. അപ്പോൾ ഇവിടെ 8 കിലോവാട്ടിൻ്റെ പ്ലാന്റ് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ 5 കിലോവാട്ട് ഓൾറെഡി നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. എക്സസ് ഉള്ള 3 കിലോവാട്ടിൻ്റെ കൺസംഷൻ നമുക്ക് അവിടുത്തെ വീട്ടിലേക്ക് കുറയ്ക്കാൻ പറ്റും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, പേര് സെയിം ആയിരിക്കണം. കൺസ്യൂമർ നെയിം സെയിം ആയിരിക്കണം. എൻ്റെ പേരിലാണെങ്കിൽ എൻ്റെ പേര് തന്നെ ആയിരിക്കണം. രണ്ട് വീടിൻ്റെയും കൺസ്യൂമർ നെയിം സെയിം ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അത് വയേർഡ് അല്ല, KCB ബില്ലിങ്ങിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു ഓപ്ഷനാണ്. ഉറപ്പായിട്ടും ഇപ്പം ചില സ്ഥലങ്ങളിൽ ഷെയ്ഡ് കാരണം വയ്ക്കാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. 2 വീടുണ്ട്. ഒരു വീട് ഒന്ന് ഫ്ലാറ്റ് ആയിരിക്കും, ഒന്നല്ലാത്ത വീടായിരിക്കും. രണ്ടിലും അവരായിരിക്കും താമസിക്കുന്നത്. ഒന്ന് എറണാകുളം, ഒന്ന് ട്രിവാൻഡ്രം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ ഒരു ഇൻഡിവിജ്വൽ സോളാർ വയ്ക്കാനുള്ളതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എല്ലാ ആൾക്കാരുടെയും പെർമിഷൻ വേണം ഒരു സോളാർ പ്ലാന്റ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം 20ാമത്തെ നിലയിൽ ഫ്ലാറ്റുള്ള ഒരാൾക്ക് താഴെ
ഏറ്റവും താഴെയാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ താഴെ വരെ വയറ് വലിക്കുന്ന ആ കോസ്റ്റ് തന്നെയാകും ഒരു പ്ലാന്റിന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ വീട്ടിലെ സോളാർ വെച്ചിട്ട് ഈ കൺസ്യൂമർ ബില്ലിലേക്ക് അത് കുറയ്ക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഈ ഹോം സ്റ്റേ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് യൂസ്. അതെ അതെ അതെ. ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് തന്നെ, എനിക്ക് ഒരു സോളാർ പാനൽ വെക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് സോളാർ പാനൽ വെക്കുകയാണെങ്കിൽ എനിക്ക് സബ്സിഡി കിട്ടും? ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് സബ്സിഡി കിട്ടും, കാരണം അവർ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഒരു ഫാക്ടേഴ്സ്, അതായത് അവിടെ ഉള്ള എല്ലാവരും സമ്മതിക്കണം. ഒരു ഇൻഡിവിജ്വലിന് ഫ്ലാറ്റിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഫ്ലാറ്റിൽ ചിലപ്പോൾ ഒരു 100 ഫാമിലീസ് ഉണ്ടാവും. 100 ഫാമിലിയും സമ്മതിച്ചാൽ മാത്രമേ ആ ഒരു പാനൽ അവിടെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു ആൾ വെച്ചാൽ അവിടെ 100 പേരും വെക്കണമെന്ന് പറഞ്ഞാൽ ആ 100 എണ്ണം വയ്ക്കാനുള്ള സ്പേസ് എന്തായാലും അവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് ആകും. അപ്പോൾ നോർമലി ഉള്ള കണ്ടീഷനിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഇൻഡിവിജ്വൽ സോളാർ വെച്ച് പൊതുവേ കാണാറില്ല. ഇനി വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ വീലിംഗ് എന്നൊരു ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊരു വീടുണ്ടെങ്കിൽ അവിടെ നിന്നെടുത്ത് വീൽ ചെയ്യാം. ഇനി ഫ്ലാറ്റിന് സബ്സിഡി ഉണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ കോമൺ ഏരിയയുടെ ബില്ല്, നല്ലൊരു എമൗണ്ട് കോമൺ ഏരിയ ബില്ല് വരാറുണ്ട്. ആ പ്ലാന്റ് വയ്ക്കുന്നതിന് 1 കിലോ വാട്ടിന് 18,000 വെച്ചിട്ട് നമുക്ക് ഗവൺമെൻറ് സബ്സിഡി തരുന്നുണ്ട്. അത് നമുക്ക് അവരുടെ അസോസിയേഷൻ്റെ ഇതിലായിരിക്കും നമുക്ക് ബില്ല് വരുന്നത്. അതേപോലെ അവരുടെ അസോസിയേഷൻ്റെ അക്കൗണ്ടിലായിരിക്കും സബ്സിഡി വരുന്നത്. അവർക്ക് ലോണും കിട്ടുന്നുണ്ട്. അത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചായിരിക്കും ലോൺ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ വലിയൊരു എമൗണ്ട്, കാരണം 500 കിലോ വാട്ട് വരെ പ്ലാന്റ് കപ്പാസിറ്റി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 500 കിലോ വാട്ട് ആകുമ്പം 500 × 18,000 ഓൾമോസ്റ്റ് 90 lakhs വരെ സബ്സിഡി എമൗണ്ട് ആയിട്ട് മാത്രം അവർക്ക് കിട്ടുന്നുണ്ട്. അത് പിന്നെ ഡിവൈഡ് ചെയ്ത് കിട്ടും. അത് അവർക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത് അസോസിയേഷന് തീരുമാനിക്കാം. അത് നമ്മളെ കൺസേൺ അല്ല. പക്ഷേ ഗവൺമെൻറ് 90 lakhs വരെ സബ്സിഡി കൊടുക്കാൻ വില്ലിങ് ആണ്. അത് ഇവിടെ ഉള്ള പല അസോസിയേഷനുകാരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നല്ല രീതിയിൽ അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ പറയുന്ന പോലെ അവർക്ക് ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി ഇഷ്യൂ വരുന്നില്ല, കാരണം അവർക്ക് ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും. അതേപോലെ ബാക്കപ്പിൻ്റെ ഇഷ്യൂസ് വരുന്നില്ല, കാരണം ഓട്ടോമാറ്റിക്കലി അവർക്ക് ജനറേറ്റേഴ്സ് ഉണ്ടാവും. അത് രണ്ടും അവർ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് നല്ലൊരു ബെനിഫിറ്റാണ്. കാരണം ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 50 കിലോ വാട്ട് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് 50,000 വെച്ചിട്ട് ഓൾമോസ്റ്റ് 25 lakhs അല്ലെങ്കിൽ 30 lakhsനകത്ത് അവർക്ക് ഈ പറയുന്ന പരിപാടി നമുക്ക് വർക്ക് തീർക്കാൻ പറ്റും. ഒരു ആവറേജ് കോസ്റ്റാണ്, അക്യുറേറ്റ് അല്ല, എന്നാലും ഒരു 30 lakhs ആണെന്നുണ്ടെങ്കിൽ 30 മാസം എന്ന് പറയുമ്പം 3 വർഷത്തിനകം അവർക്ക് ഈ മുടക്കിയ മുതൽ അവർക്ക് റിട്ടേൺ വരുന്നുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവർക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. ബാക്കി എത്ര വർഷമായാലും അവർക്കത് ബെനിഫിറ്റാണ്. അത് വലിയൊരു എമൗണ്ടാണ്. ഇനി ഇതിനകത്തുനിന്നാണ് 50 × 18,000 അവർക്ക് സബ്സിഡി ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അത് വലിയൊരു ചാൻസ് ആണ്. അങ്ങനെ ചെയ്യുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ടോ? ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്, ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വളരെ കുറവാണ്, വളരെ ചുരുക്കമാണ്. എല്ലാവരും പലർക്കും അറിയത്തില്ല, പലർക്കും അത് അറിയത്തില്ല. അത് അറിഞ്ഞ് വരുമ്പോഴും അവർക്ക് കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളുണ്ട്. അത് കറക്റ്റ് ഡിസ്കസ് ചെയ്ത് ഒരു ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ ഈ ഉറപ്പായിട്ടും നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാന്നുള്ളത്. ഒരിക്കൽ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും കസ്റ്റമർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, ഇതിനകത്ത് നമ്മളെ എന്ത് പ്രൊഡക്റ്റിനെക്കാളും ഏറ്റവും കൂടുതൽ ആഫ്റ്റർ സെയിൽസ് എന്നൊരു മേഖല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മളെ സോളാർ എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ ഒരിക്കൽ സബ്സിഡി കിട്ടി നമ്മളെ പ്ലാന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ നമ്മളെ നോർമലി വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ 4 മാസത്തിലൊരിക്കൽ കൃത്യമായി സർവീസിന് അങ്ങോട്ട് വിളിച്ച് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പോകുന്നുണ്ട്. ഒന്ന്, ഇനി കസ്റ്റമറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ പറഞ്ഞ നമ്മളെ സിസ്റ്റത്തിനകത്ത് എന്തുണ്ട്, പ്രൊഡക്ഷൻ കറക്റ്റാണോ, ഗ്രാഫ് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യും, ഗ്രാഫ് നോക്കും. അതേപോലെ നമ്മൾ എർത്തിങ്ങിൻ്റെ മേഖല നോക്കും, റസ്റ്റിങ്, നമ്മളെ ഇപ്പോൾ ലൈറ്റ്നിങ് അറസ്റ്ററിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ. ചില സ്ഥലങ്ങളിൽ ലൈറ്നിങ് അറസ്റ്ററിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ SPD, നമ്മളെ MCBs, ഐസൊലേറ്റേഴ്സ് ഇതെല്ലാം വർക്കിംഗ് ആണോ, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ജനറൽ ചെക്കപ്പിൽ വരുന്നതാണ്. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മെയിൻ്റനൻസിൻ്റെ ആവശ്യമുണ്ടോ. ഇതിപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, ഇതിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു കസ്റ്റമർ പെട്ടെന്ന് വളർന്നു വരുന്നൊരു മരം, കസ്റ്റമർ ചിലപ്പോൾ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു മരം വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് വളർന്നു വരുന്നൊരു മരമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ മരം ഇതിൻ്റെ ഷെയ്ഡിലേക്ക് വരാം. നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറവെന്ന് കാണിക്കും, പക്ഷെ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, കസ്റ്റമറിനും അറിയാൻ പറ്റത്തില്ല. നമ്മൾ അത് ചെക്ക് ചെയ്യണം.
ഒരു 4 മാസം കൂടുമ്പോൾ. കാരണം നമ്മൾ 5 വർഷം കമ്പൽസറി സർവീസ് നമുക്കുണ്ട്. അത് കഴിഞ്ഞ് AMC നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ കസ്റ്റമറിന് ചെയ്യാം. അല്ല കസ്റ്റമർ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് കസ്റ്റമർ ഇഷ്ടം. ഇതിനകത്ത് ഈ പറയുന്നൊരു 14 സർവീസ് ഉണ്ട്. 5 വർഷം എന്ന് പറയുമ്പോൾ 14 സർവീസ് നമ്മൾ ചെയ്യണം. അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അത് മസ്റ്റായിരിക്കണം. ഏതൊരു കമ്പനി ആയാലും അത് ചെയ്തിരിക്കണം. അത് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന ജനറലായിട്ട് വരുന്ന കുറേ ലോസസ്, ഈ ലൂസ് കോണ്ടാക്റ്റ് വഴി വരുന്ന കുറേ ലോസസ് ഉണ്ട്. അത് സ്പാർക്ക് അടിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ വക ചാൻസസ് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വരുന്നത് കസ്റ്റമറിന് എന്ത് സർവീസ് എപ്പോൾ വേണോ അപ്പോഴും വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കസ്റ്റമർ വൈഫൈയുടെ പാസ്വേഡ് മാറ്റുമ്പോഴത്തേക്കും ഇത് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടെ ചെന്ന് റീലോഗിൻ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കണം. പാസ്വേഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. അതേപോലെ ചില സിറ്റുവേഷൻസിൽ ഈ പറയുന്ന പോലെ ഈ മരങ്ങളുടെ ഷെയ്ഡിൻ്റെ ഇഷ്യൂസ് ചിലപ്പോൾ വരും. അതേപോലെ ചിലപ്പോൾ റസ്റ്റിൻ്റെ ഇഷ്യൂസ് വരും. അതിൽ ചിലപ്പോൾ ഈ നട്ടും ബോൾട്ടും ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെഗുലർ ചെക്കിങ്ങിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ചെയ്യണം. അതൊരു കമ്പനി അതിന് ഈ പറയുന്നത് ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു എക്സ്പെൻസ് ഉണ്ട്. ആക്ച്വലി നമുക്കിത് ചെയ്യാനായിട്ടൊരു എക്സ്പെൻസ് ഉണ്ട്. അപ്പം ഏറ്റവും ലോവസ്റ്റ് കോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ ഇതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഒരു ഫാൻ സെയിൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് സോളാർ പ്ലാന്റ് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അപ്പം അങ്ങനെ ചെല്ലണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു എക്സ്പെൻസ് ഉണ്ട്. എല്ലാ കമ്പനിക്കും ഉണ്ട്. അപ്പം ഇതിനൊക്കെ കൂടുതലുള്ള കോസ്റ്റ് ആയിരിക്കണം പറയേണ്ടത്. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും പ്ലാന്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കോസ്റ്റ് മാത്രമായിട്ട് ഒരിക്കലും സോളാർ പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുമ്പോൾ സർവീസ് കോസ്റ്റ് ഉൾപ്പെടെ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. പ്രൈസ് നോക്കിയിട്ട് നമ്മളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അല്ലേ? കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ലെവലിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനിയിൽ നിന്ന് കോട്ടെടുക്കുക. എക്സ്പീരിയൻസ് ഉള്ള കസ്റ്റമേഴ്സിൻ്റെ റെഫറൻസ് തരാൻ പറ്റുന്ന കമ്പനികളുണ്ട്. ഒരുപാട് പേരുണ്ട്. നമ്മൾ ഉൾപ്പെടെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. കസ്റ്റമേഴ്സിൻ്റെ റെഫറൻസ് തരാൻ പറ്റും. വച്ചൊരു കസ്റ്റമറെ വിളിക്കുക. ഒരു കസ്റ്റമറെ വിളിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. വിളിച്ച് ചോദിക്കുക സർവീസ് എങ്ങനെയുണ്ട്. ധൈര്യമായിട്ടും ചെയ്യുക. ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോയി സൈറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോടത്തെ കസ്റ്റമറിന് കസ്റ്റമർ ഡൗട്ട് ഉണ്ട്, നമ്മൾ കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമറെ നമ്മൾ വെച്ചൊരു സൈറ്റ് കൊണ്ടുപോയി കാണിച്ച് കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മളെ സർവീസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ മതി. അതിനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കസ്റ്റമർ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഇത്രയും ചോദിച്ചതിനകത്ത് വെച്ചിട്ട് എനിക്കൊരു കൗതുകമുള്ളൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾ കേരളം മുഴുവൻ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സോളാർ ഇൻസ്റ്റലേഷൻ നടക്കുന്ന ഒരു ജില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതായിരിക്കും? ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. 3 സ്ഥലം തന്നെ. ഏറ്റവും കുറവായിട്ട് തോന്നിയിട്ടുള്ളത്? ഏറ്റവും കുറവ് നമ്മളെ വയനാട് ആ പോർഷൻസ് ആയിരിക്കും. കാരണം അവിടെ ഷെയ്ഡിൻ്റെ ഇഷ്യൂസ് ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രിവാൻഡ്രത്ത് ഒരുപാട് നടക്കുന്നു. ഒരുപാട് നടക്കുന്നു. ഈ 3 തിരുവനന്തപുരം, പിന്നെ എറണാകുളം, കോഴിക്കോട്, ഇതിന് 3ലും കൂടുതലായിട്ട് ഇൻസ്റ്റലേഷൻ നടക്കുന്ന ജില്ല ഏതായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ട്രിവാൻഡ്രം തന്നെയാണ്. ഈ 3ലും ഏറ്റവും കൂടുതൽ ഇൻസ്റ്റലേഷൻ നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. എന്തുകൊണ്ടായിരിക്കും? അത് നമുക്ക് തോന്നാൻ കാരണം നമ്മുടെ ഹോം ഡിസ്ട്രിക്റ്റ് ആണ്. അത് നമുക്കൊരു ഫാക്ടറാണ്. അല്ലാണ്ട് തന്നെ ഒരുപാട് പേര് വയ്ക്കുന്നുണ്ട്. കാരണം ട്രിവാൻഡ്രത്ത് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. കാരണം ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എല്ലാവരും ഇവിടെ സെറ്റിൽഡ് ആണ്. ഈ ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളത്ത് സെറ്റിൽഡ് ആയ ആൾക്കാർ ഉണ്ടില്ലെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് ഒരുപാട് സെറ്റിൽഡ് ആയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം എല്ലാവരും വയ്ക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർ ഫീസിബിലിറ്റി കുറവുള്ള ജില്ലയും ട്രിവാൻഡ്രമാണ്. കാരണം ഓൾമോസ്റ്റ് വെച്ച് തീരാറായ ഡിസ്ട്രിക്റ്റും ട്രിവാൻഡ്രമാണ്. അപ്പം ഉണ്ട്. കാരണം വരുന്ന കുറേ വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. കാരണം ട്രാൻസ്ഫോർ ഫീസിബിലിറ്റി ഇല്ല. നമ്മുടെ ഈ ഇടുക്കി ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് ഇടുക്കിയിൽ കുറവാണ്. ഇടുക്കിയിൽ ഫീസിബിലിറ്റി ഉണ്ട്. കസ്റ്റമേഴ്സിന്റെ എൻക്വയറീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ അവിടെ വയ്ക്കുന്നുണ്ട്. ഇപ്പം ആൾക്കാർ ഒരുപാട് പേര് വയ്ക്കുന്നുണ്ട്. ഈ ടൂറിസം രംഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഹോം സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ടൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഹോം സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ ഇടുക്കിയിൽ നമുക്ക് 3-4 കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെല്ലാം ചെയ്യുന്നത് അവരുടെ വീടുകളിൽ സോളാർ വയ്ക്കുന്നു, എന്നിട്ട് ഹോം സ്റ്റേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, വീലിംഗ് ചെയ്യുന്നു. അത് നല്ലൊരു പ്രോസസ്സാണ്. അവർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ റിന്യൂവബിൾ എനർജി ഉണ്ടല്ലോ, സോളാർ, ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? റിന്യൂവബിൾ എനർജി ആണ് ഫ്യൂച്ചർ ഇനി. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കറിയാം പെട്രോള്, ഡീസൽ, ക്രൂഡ് ഓയിൽ ഇതിൻ്റെയൊക്കെ വില നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിൽ കൂടുന്നുണ്ട്. അതേപോലെ കേരളത്തിലെ കണ്ടീഷൻ നമുക്കിപ്പോൾ അറിയാം, എനർജിയുടെ സ്കേഴ്സിറ്റി നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് റിന്യൂവബിൾ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് സോളാറാണ്. കാരണം ബാക്കി എന്തിനേക്കാളും
കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയിൽ സോളാറാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നൊരു സംസ്ഥാനം കേരളവും കൂടിയാണ്. ഏറ്റവും ഈ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ സോളാറിനെ യൂട്ടിലൈസ് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ഇനി ഇതിനപ്പുറം ഒരു ഫാക്ടറുണ്ട്, ഏറ്റവും കൂടുതൽ EV ഇറങ്ങുന്ന സംസ്ഥാനവും കേരളമാണ്. EV എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വെഹിക്കിൾ എന്ന രീതിയിലല്ല, അതും എനർജി സോഴ്സാണ്. കാരണം പെട്രോൾ എങ്ങനെ യൂസ് ചെയ്തോ അത്രയും പെട്രോളിന് തുല്യമായ കറണ്ട് അല്ലെങ്കിൽ എനർജി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ EV ചാർജിങ് സ്റ്റേഷൻ്റെ കൂടുതൽ അല്ലെങ്കിൽ അത് വീട്ടിൽ ചാർജ് ചെയ്യുമ്പോഴായാലും അങ്ങനെ രീതിയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ പവർ ഡിമാൻഡ് കൂടി വരത്തേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് പവർ ഡിമാൻഡ് കുറയത്തില്ല. ഇപ്പം എന്തുണ്ടോ അതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ആയിരിക്കും ഒരു 2 വർഷം കഴിയുമ്പോൾ. ഒരു 2 വർഷം മുമ്പ് ഇറങ്ങിയ ഇലക്ട്രിക് കാറുകളുടെ നമ്പർ അല്ല ഇപ്പോൾ ഇറങ്ങുന്നത്. ഒരു ഡബിളോ ട്രിപ്പിളോ ആയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ എവിടെ നോക്കിയാലും EV ഉണ്ട്. ആ ബ്രാൻഡ്സ് വരുന്നുണ്ട്, പുതിയ ബ്രാൻഡുകൾ ഒരുപാട് വരുന്നുണ്ട് ഇന്ത്യയിലോട്ട്. അപ്പോൾ ആ പറയുന്ന രീതിയിൽ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സോളാറിൻ്റെ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജിയുടെ ഫ്യൂച്ചർ ഭയങ്കര വലുതാണ്. മാത്രമല്ല ഇനി ഈ പറയുന്ന പോലെ EV ചാർജിങ് സ്റ്റേഷൻ അതിൻ്റെ കൗണ്ട് ഭയങ്കരമായിട്ട് മാറും. മാത്രമല്ല നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഒരു 3-4 മാസം മുമ്പ് വരെ നമുക്ക് ഒരു മാസത്തിലൊരു 1-2 ലോഡ് എൻഹാൻസ്മെൻറ്റ് അല്ലെങ്കിൽ EV വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോഡ് എൻഹാൻസ് ചെയ്യണം വീട്ടിൽ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ സോളാറും കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം നമുക്കൊരു 6-7 എണ്ണം ഒരു മാസം വരുന്നുണ്ട്. ഒരു മാസം ഇപ്പം തന്നെ ഏകദേശം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്ററിൻ്റെ ഡിഫറൻസിൽ എല്ലായിടത്തും ഒരു EV ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കുറേ കൂടെ പോപ്പുലറൈസ് ആവും. ഇപ്പോൾ ഉള്ളതല്ല. കാരണം ഇപ്പോൾ ഉള്ള EV എടുക്കുന്ന ആൾക്കാരെല്ലാം രാത്രി വീട്ടിൽ വന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി 90% ആൾക്കാരും രാവിലെ പോയി വൈകിട്ട് വീട്ടിൽ വന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് എല്ലാവരും സോളാർ വയ്ക്കുന്നത്. വീട്ടിൽ ചാർജ് ചെയ്യാത്ത ഒരാൾ സോളാർ വയ്ക്കേണ്ട കാര്യമില്ല. അപ്പം പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റേജ് വരും. കാരണം ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ആൾക്കാർ EV എടുക്കുന്നൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന സ്കീം മൊത്തത്തിൽ മാറും. പകൽ സമയത്ത് പവർ ഡിമാൻഡ് കൂടും. പകൽ ഡേ ടൈമിൽ പവർ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോഴും വീണ്ടും നമുക്ക് ഇതേപോലെ പവർ സോഴ്സ് വേണം. അത് ഏതർ സോളാർ അല്ലെങ്കിൽ വേറൊന്നും. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തായാലും കേരളത്തിലാണെന്നുണ്ടെങ്കിൽ സോളാർ ആയിരിക്കും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഉറപ്പായിട്ടും ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റാണ്. സോളാറിനെ സംബന്ധിച്ചും റിന്യൂവബിൾ ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റ് എന്ന് മാത്രമല്ല അതൊരു ഡിമാൻഡായിട്ട് മാറും. ആ ഫീൽഡിൻ്റെ അല്ല, ടോട്ടൽ ഒരു ഡിമാൻഡ് എന്ന രീതിയിലേക്ക് അത് മാറും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആസ് എ കസ്റ്റമർ എന്ന നിലയ്ക്ക് ഞാൻ എന്തിന് നിങ്ങളെ ചൂസ് ചെയ്യണം? സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒരു ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്നൊരു ഇതല്ല. അതായത് നമ്മൾ ഫസ്റ്റ് കസ്റ്റമറെ ചെന്ന് കാണുമ്പോൾ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന അഡ്വൈസും കസ്റ്റമർ കൊടുക്കുന്ന ഒരു സർവീസാണ്. അതായത് ആദ്യം കസ്റ്റമറോട് ചെന്നിട്ട് ഒരു റോങ് ആയിട്ടുള്ള പ്ലാന്റ് കപ്പാസിറ്റി കസ്റ്റമറെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കസ്റ്റമർ ഒരിക്കലും സാറ്റിസ്ഫൈ ആവില്ല. കാരണം ഒരു 5 കിലോവാട്ട് പ്ലാന്റ് കപ്പാസിറ്റി ഉള്ള സ്ഥാനത്ത് കസ്റ്റമറോട് നമ്മൾ 3 കിലോവാട്ട് പറഞ്ഞ റേറ്റ് കുറഞ്ഞതുകൊണ്ട് വർക്ക് കൺഫേം ആവുമെന്നും പറഞ്ഞ് നമ്മളൊരു 3 കിലോവാട്ട് സജസ്റ്റ് കഴിഞ്ഞാൽ ആ വർക്ക് കൺഫേം ആവും. പക്ഷേ ഒരിക്കലും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. നമുക്കൊരിക്കലും ഒരു കസ്റ്റമറിനെ നോക്കി നമ്മൾ ഒരിക്കലും പോയിട്ടില്ല. നമുക്കൊരു കസ്റ്റമർ വന്നാൽ കസ്റ്റമർ ലൈഫ് ലോങ് നമ്മളോട് ഉണ്ടാവണം. അതാണ് ഇലക്ട്രോവൈസ് എനർജിയെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. ഒരിക്കലും ഒരു കസ്റ്റമറിനെ മാത്രം നോക്കി നമ്മളല്ല അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് പോകാറില്ല. ഒരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമർ നമ്മളെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി എന്ത് ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചായാലും ആ കസ്റ്റമറിന് എന്ത് എനർജിയെ സംബന്ധിച്ച് എന്തുണ്ടെങ്കിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതിന് സൊല്യൂഷൻ കൊടുക്കും. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇനി സൈറ്റ് സർവേ ആയാലും അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റേഷനിലായാലും ലോണിൻ്റെ പ്രോസസ്സായാലും ഇൻസ്റ്റാളേഷൻ ആഫ്റ്റർ സെയിൽസ് എന്ത് തന്നെ ആയാലും നമ്മളെ ഭാഗത്തുനിന്ന് ടോട്ടൽ കസ്റ്റമറിന് 100% കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. 100%. ഇപ്പോൾ ഈ പറയുമ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മളടുത്ത് ഈ പറയുമ്പോൾ മെറ്റീരിയൽ ഡെലിവറിയുടെ കാര്യത്തിൽ അതേപോലെ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസിറ്റിൻ്റെ ഇഷ്യൂസ് വന്നാൽ ക്ലൈമറ്റ് ചേഞ്ചസിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഡിലേ ആവാറുണ്ട്. അതൊക്കെ നോർമലി സംഭവിക്കുന്നത്. അതെല്ലാം കസ്റ്റമേഴ്സിന് ഇഷ്യൂസ് ഉണ്ടാവും. കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കാറുണ്ട്, നമ്മൾ ഓഫീസിൽ വന്ന് കാണാറുണ്ട്, നമ്മൾ പോയി കാണാറുണ്ട്, നമ്മൾ വിളിച്ച് സംസാരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എപ്പോഴും അറ്റ് ദ എൻഡ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മാത്രമല്ല ഇനി എന്ത് തന്നെ ആയാലും എല്ലാ വർക്കും കഴിഞ്ഞ് കസ്റ്റമറിന് നമ്മൾ ചെയ്തത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാം കഴിഞ്ഞ് കസ്റ്റമർക്ക് ഒരു ഫസ്റ്റ് ബില്ല് വരുമ്പോൾ കസ്റ്റമർക്ക് ബില്ലില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ 50% ഓക്കെ ആയി. അത് കഴിഞ്ഞൊരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മൾ കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് അവിടെ ചെന്നു എന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഓക്കെ ആയി. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഇലക്ട്രോവൈസ് എനർജി 100% സാറ്റിസ്ഫൈഡ് ആണ്. കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് നമ്മളൊരു വിശ്വാസം. അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സോളാർ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന
ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. ഇവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ലൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഒരിക്കലും ഒരു കമ്പനിയെ റെഫർ ചെയ്തുകൊണ്ടോ ഒരു കൊട്ടേഷൻ കണ്ടതുകൊണ്ടോ ഒരിക്കലും ഒരു സെലക്ഷൻ ചെയ്യാതിരിക്കുക. നമ്മളതിനെക്കുറിച്ച് പഠിക്കുക. ഈ വരുന്ന കമ്പനിക്കാരോട് തന്നെ ചോദിക്കുക. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ കറക്റ്റായിരിക്കണം. ഒരു മിസ്ഗൈഡൻസിലൂടെ പോവാതിരിക്കുക. അത് തന്നെയുള്ളൂ. പിന്നെ സെലക്ട് ചെയ്യുന്ന കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടാണെങ്കിൽ കമ്പനിയെ വിശ്വസിക്കാം, ഉറപ്പായിട്ടും. നമ്മളെ സെലക്ഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100% കമ്പനിയെ വിശ്വസിക്കാം. ആ രീതിയിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരുന്ന മെയിൻ ഫാക്ടേഴ്സ് കമ്പനി നമ്മൾ പറയുന്ന സജഷൻസ്, അല്ലെങ്കിൽ ടെക്നോളജി വൈസ് ആയാലും ആ കമ്പനി അതിന് എക്യുപ്ഡ് ആണെന്നുള്ള, കമ്പനിക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കമ്പനിയുടെ സർവീസ് കറക്റ്റ് ആണെന്നുള്ള ഉറപ്പുവരുത്തുക. അതേപോലെ കമ്പനിയുടെ റെഫറൻസ് ചോദിക്കുക. ഇപ്പോൾ ഒരു കസ്റ്റമറുടെ റെഫറൻസ് അവർക്ക് എടുക്കാം, ധൈര്യമായിട്ടും ചോദിക്കാം. എല്ലാ കമ്പനീസും തരാൻ വില്ലിങ് ആയിരിക്കണം. ഒരു സൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ സൈറ്റ് കാണുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കറക്റ്റ് കമ്പനിയെ തിരഞ്ഞെടുക്കുക. കമ്പനിക്കാരോട് ഒരു കമ്പനിയെ കൺഫേം ആക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഡൗട്ടും ചോദിച്ച് ക്ലിയർ ചെയ്യുക. പറഞ്ഞു തരാൻ അവർ വില്ലിങ് ആയിരിക്കും. എന്ത് തന്നെ ആയാലും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഡൗട്ട് ആദ്യമേ ചോദിച്ച് ഇനിഷ്യൽ സ്റ്റേജിൽ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഇടയ്ക്ക് വെച്ചൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. ആ രീതിയിൽ മുന്നോട്ട് പോവുക. നല്ലൊരു പ്ലാൻ വയ്ക്കുക. അത്രേ ഉള്ളൂ. സോളാർ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട പല സംശയങ്ങൾക്കും നമുക്ക് ആൻസർ കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഇലക്ട്രാവേസ് എനർജി. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.